കർത്താവിൽ സ്നേഹം നിറഞ്ഞവരെ, വിശുദ്ധമായ ഈ രാത്രി പുരാതനമായ കീഴ്വഴക്കമനുസരിച്ച് കർത്താവിന് വേണ്ടിയുള്ള ജാഗ്രത അനുഷ്ഠാനത്തിനായി പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്നു. യാത്രയ്ക്ക് പോയിട്ട് മടങ്ങിയെത്തുന്ന യജമാനൻ തന്നെ സ്വീകരിക്കുവാൻ ജാഗരൂകരായിരിക്കുന്ന ഭൃത്യരെ തന്നോടൊപ്പം വിരുന്നിലിരുത്തും എന്ന സുവിശേഷ പ്രബോധനം ഓർത്തുകൊണ്ട് വിശ്വാസികൾ ഇന്നേ ദിവസം തെളിച്ച വിളക്കുകളുമായി ദിവ്യനാഥൻ്റെ പ്രത്യാഗമനത്തെ കാത്തിരിക്കുന്നു. മരണത്തെ കീഴടക്കിയ കർത്താവിൻ്റെ വിജയമാണ് ഈസ്റ്റർ. കർത്താവിൻ്റെ പീഡാസഹനവും മരണവും ഉയർത്തെഴുന്നേൽപ്പും ഒരു ചരിത്ര സംഭവമായി മാത്രം അവശേഷിക്കുന്നില്ല, മറിച്ച് മാനവരാശിക്ക് വേണ്ടി ജീവൻ്റെയും മരണത്തിൻ്റെയും മേൽ ആധിപത്യം സ്ഥാപിച്ചുകൊണ്ട് ലോക ജനതയ്ക്ക് നിത്യജീവൻ പ്രദാനം ചെയ്ത സംഭവം കൂടിയാണ് ക്രിസ്തുനാഥൻ്റെ ഉയർപ്പ്. ഇന്ന് പെസഹ ജാഗരണമാണ്. ജാഗരം എന്നതിൻ്റെ അർത്ഥം ഉണർന്നിരിക്കുക എന്നതാണ്. ആദിമ ക്രൈസ്തവർ പ്രധാന തിരുനാളുകളുടെ തലേ ദിവസം രാത്രിയിൽ ജാഗരമനുഷ്ഠിച്ച് രക്ഷകന്റെ പ്രത്യാഗമനത്തിനായി അതിയായ ആഗ്രഹത്തോടെ കാത്തിരുന്നു. കർത്താവ് തൻ്റെ മരണത്തിന് മേൽ നേടിയ വിജയത്തിൽ പങ്കുകാരായി നമ്മുടെ ദൈവത്തിൽ നിത്യജീവൻ പ്രാപിക്കുന്നതിനായി പ്രത്യാശയോടെ ഉണർവോടെ ഈ തിരുക്കർമ്മങ്ങളിൽ പങ്കുകൊള്ളാം. ഇന്നത്തെ തിരുക്കർമ്മങ്ങൾക്ക് പ്രധാനമായും 4 ഭാഗങ്ങളാണുള്ളത്. ഒന്നാം ഭാഗം ദീപാർച്ചനാകർമ്മവും പെസഹ പ്രഘോഷണവും. രണ്ടാം ഭാഗം ദൈവവചന പ്രഘോഷണ കർമ്മം. ഇവിടെ കർത്താവായ ദൈവത്തിൻ്റെ വചനത്തിലും വാഗ്ദാനത്തിലും വിശ്വസിച്ചുകൊണ്ട് ലോകാരംഭം മുതൽ അവിടുന്ന് സ്വജനത്തിനു വേണ്ടി ചെയ്തിട്ടുള്ള അത്ഭുത പ്രവർത്തനങ്ങൾ തിരുസഭ ധ്യാനിക്കുന്നു. മൂന്നാം ഭാഗം ജ്ഞാനസ്നാന കർമ്മം. ഉയർപ്പ് തിരുനാൾ ആസന്നമാകുന്നതോടെ ജ്ഞാനസ്നാനം വഴി പുതിയ അംഗങ്ങൾ സഭയിൽ ജന്മം കൊള്ളുന്നു. നാലാം ഭാഗം സ്തോത്രയാഗകർമ്മം. കർത്താവ് തൻ്റെ മരണത്തിൻ്റെയും ഉത്ഥാനത്തിൻ്റെയും അനുസ്മരണം വഴി തൻ്റെ ജനത്തിനു വേണ്ടി സജ്ജമാക്കിയിരിക്കുന്ന ദിവ്യ വിരുന്നിന് താൻ വീണ്ടും വരുന്നതുവരെ സഭയെ ക്ഷണിക്കുന്നു. പ്രിയമുള്ളവരെ, ഈ നിമിഷം നമുക്കെല്ലാവർക്കും ദേവാലയത്തിൻ്റെ പുറകിലേക്ക് നമ്മുടെ ശ്രദ്ധ തിരിക്കാം. ഈ സമയം ദേവാലയത്തിലെ എല്ലാ വിളക്കുകളും നമ്മൾ അണയ്ക്കുന്നു. ദീപാർച്ചന കർമ്മവും പെസഹ പ്രഘോഷണവും ലോകത്തിലെയും മനുഷ്യഹൃദയങ്ങളിലെയും പാപത്തിൻ്റെയും തിന്മയുടെയും മരണത്തിൻ്റെയും അന്ധകാരമകറ്റി ദൈവമഹത്വത്തിൻ്റെ പ്രഭയിൽ നമ്മെ പ്രകാശിതനാക്കാൻ ഉദ്ധിതൻ കടന്നു വരുന്നു. ആദിഭാഗമായ ദീപാർച്ചന കർമ്മത്തിലെ തീയും തിരിയും ആശീർവദിക്കൽ കർമ്മമാണ് ഇപ്പോൾ നടക്കുന്നത്. ദൈവത്തിൻ്റെ ദിവ്യദാനമായ പ്രകാശം സ്വീകരിക്കാൻ നാം ഒരുങ്ങുകയാണ്. കത്തിച്ച തിരികളുമായി നാഥനെ കാത്തിരിക്കുന്നവരാണ് നമ്മൾ. മോശയുടെ നേതൃത്വത്തിൽ അടിമത്ത ഭൂമിയിൽ നിന്ന് വാഗ്ദത്ത ദേശത്തേക്ക് യാത്ര തിരിച്ച ഇസ്രായേൽ ജനത്തെ പോലെ പാപത്തിൻ്റെ അടിമത്തത്തിൽ നിന്ന് സ്വർഗീയ വാഗ്ദത്ത ഭൂമിയിലേക്ക് യാത്ര ചെയ്യുന്നവരാണ് നമ്മൾ എന്ന ദിവ്യ രഹസ്യം നമുക്കിപ്പോൾ അനുസ്മരിക്കാം. പ്രാരംഭ പ്രാർത്ഥനയ്ക്ക് ശേഷം കാർമികൻ പുത്തൻ തീ ആശീർവദിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും നിങ്ങളോടു കൂടെ അങ്ങേ ആത്മാവോടും കൂടെ. വത്സല സഹോദരരെ, നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മരണത്തിൽ നിന്ന് ജീവനിലേക്ക് കടന്നുപോയ പരിപാവനമായ ഈ രാത്രിയിൽ ജാഗരത്തിനും പ്രാർത്ഥനയ്ക്കും ഒരുമിച്ച് വരുവാൻ ലോകമെങ്ങും ചിതറിക്കിടക്കുന്ന മക്കളെ സഭ ക്ഷണിക്കുന്നു. വചനം ശ്രവിച്ചുകൊണ്ടും അവിടുത്തെ രഹസ്യം അനുഷ്ഠിച്ചുകൊണ്ടും കർത്താവിൻ്റെ പെസഹ ഇപ്രകാരം അനുസ്മരിക്കപ്പെടുമ്പോൾ അവിടുത്തെ മരണത്തിന്മേലുള്ള വിജയത്തിൽ പങ്കാളികളാകാനും അവിടുത്തോടൊത്ത് ദൈവത്തിൽ ജീവിക്കുവാനുമുള്ള പ്രത്യാശ നമുക്ക് കൈവരും. നമുക്ക് പ്രാർത്ഥിക്കാം.
ദൈവമേ, അങ്ങേ പുത്രൻ വഴി അങ്ങേ മഹത്വത്തിന്റെ അഗ്നി വിശ്വാസികളിൽ ചൊരിഞ്ഞുവല്ലോ. ഈ പുത്രൻ തീ ആശീർവദിക്കണമേ. ഈ പെസഹ മഹോത്സവം വഴി സ്വർഗീയ അഭിലാഷങ്ങൾ പ്രജ്വലിപ്പിക്കുന്ന പോലെ നിർമ്മല മാനസരായി നിത്യമായ മഹത്വത്തിൻ്റെ ആഘോഷത്തിൽ എത്തിച്ചേരാനും ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. ആമേൻ. പെസഹാതിരി ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിൻ്റെ പ്രതീകമാണ്. പുത്തൻതിരിയിൽ ക്രിസ്തുവിൻ്റെ രക്ഷാകരമായ കുരിശിൻ്റെ അടയാളവും ഗ്രീക്ക് അക്ഷരമാലയിലെ ആദ്യത്തെയും അവസാനത്തെയും അക്ഷരങ്ങളായ ആൽഫയും ഒമേഗയും രേഖപ്പെടുത്തിയിട്ടുണ്ട്. കർത്താവിൻ്റെ 5 തിരുമുറിവുകളെ ഓർമ്മിപ്പിക്കുന്ന 5 കുന്തിരിക്ക ഗോളങ്ങളും ഈ തിരിയിലുണ്ട്. ഇത് കർത്താവിൻ്റെ വർഷം അന്നോധൂമിനി എന്ന കാര്യവും പെസഹ തിരിയിലൂടെ നാം അനുസ്മരിക്കുന്നു. ക്രൂശിതനായവനാണ് ഉയർത്തെഴുന്നേറ്റതെന്നും അവിടുന്ന് ലോകത്തിൻ്റെയും ചരിത്രത്തിൻ്റെയും ജീവിതത്തിൻ്റെയും ആദിയും അന്തവുമാണെന്നും മരണത്തെയും ജയിച്ച് അവിടുന്ന് ഇന്നും ജീവിക്കുന്നുവെന്നും ഈ പ്രതീകങ്ങൾ ഓർമ്മപ്പെടുത്തുന്നു. കുരിശ് വരച്ചും പ്രാർത്ഥന ചൊല്ലിയും ധൂപിച്ചും പുരോഹിതൻ പെസഹ തിരി ആശീർവദിക്കുന്നു. തുടർന്ന് പുത്തൻതിരിയിൽ നിന്ന് പെസഹ തിരി കത്തിക്കുന്നു. ക്രിസ്തു ഇന്നലെയും ആദിയും അന്ത്യവും. ആൽഫയും ഒമേഗയും. അവിടുത്തേതാണ് കാലങ്ങളും യുഗങ്ങളും. അവിടുത്തേക്ക് മഹിമയും ആധിപത്യവും എന്നും എന്നേക്കും. ആമേൻ. മഹത്വത്തോടെ ഉയർത്തെഴുന്നേൽക്കുന്ന ക്രിസ്തുവിൻ്റെ ദീപ്തിപൂരം ഹൃദയത്തിൻ്റെയും മനസ്സിൻ്റെയും കൂരിരുൾ നീക്കുമാറാകട്ടെ. പ്രദക്ഷിണം. ഉയർത്ത ക്രിസ്തുവിൻ്റെ പ്രതീകമായ ഈ തിരിയും പിടിച്ചുകൊണ്ട് നാം ദേവാലയത്തിലേക്ക് പോവുകയാണ്. 3 ഘട്ടങ്ങളായിട്ടാണ് പ്രദക്ഷിണം ദേവാലയത്തിനുള്ളിൽ പ്രവേശിക്കുക. ഓരോ ഘട്ടത്തിലും കാർമ്മികൻ ക്രിസ്തുവിൻ പ്രകാശം എന്ന് പറയുമ്പോൾ ദൈവത്തിന് നന്ദി എന്ന് മറുപടി പറയണം. 2ാം ഘട്ടത്തിൽ എല്ലാവരും തിരികൾ കത്തിച്ചു പിടിച്ച് പ്രദക്ഷിണത്തിൽ പങ്കുചേരുന്നു. പ്രദക്ഷിണം അൽത്താരയിലെത്തുമ്പോൾ ക്രിസ്തുവിനാൽ ദേവാലയം പ്രകാശപൂരിതമാകുന്നു എന്ന് അനുസ്മരിച്ചുകൊണ്ട് ദേവാലയ വിളക്കുകൾ തെളിയുന്നു. ക്രിസ്തുവിൻ പ്രകാശം ദൈവത്തിനു നന്ദി.
ക്രിസ്തുവിൻ പ്രകാശം. ദൈവത്തിനു നന്ദി. ക്രിസ്തുവിൻ പ്രകാശം. ദൈവത്തിനു നന്ദി. അടുത്തത് പെസഹ പ്രഘോഷണമാണ്. ദൈവത്തിൻ്റെ രക്ഷയുടെ മനോഹാരിത അനുസ്മരിപ്പിക്കുന്ന സഭയുടെ സുന്ദരഗീതമാണ് പെസഹ പ്രഘോഷണം. സ്വർഗത്തിലെ ദൈവദൂതന്മാരുടെ സന്തോഷ തിരമാല ഈ ഭൂമിയിലും ആഞ്ഞടിക്കുന്നു എന്ന് ഓർമ്മിപ്പിക്കുകയാണ് ഈ ഗീതത്തിലൂടെ. പാപാന്തകാലത്തിൻ്റെ ഇരുൾമറ നീക്കി ക്രിസ്തുവിൻ്റെ ഭാസുര ദീപ്തിയാൽ മനുഷ്യരാശി രക്ഷയുടെ അനുഭവത്തിൽ സന്തോഷിക്കുന്നു. ദൈവത്തിൻ്റെ പദ്ധതി പൂർത്തിയാക്കുവാൻ വേണ്ടി കാലാകാലങ്ങളായി ജനങ്ങളെ ഒരുക്കി കാത്തിരിക്കുകയായിരുന്നു ദൈവം. ആ പഴയ നിയമ കാലഘട്ടത്തിൽ ദൈവം ചെയ്ത നന്മകളോർത്ത് ദൈവത്തെ സ്തുതിക്കുന്ന പെസഹ പ്രഘോഷണത്തിൽ നമുക്ക് നന്ദി നിറഞ്ഞ മനസ്സോടെ ആഹ്ലാദഭരിതരായി പെസഹ പ്രഘോഷണത്തിൽ പങ്കുചേരാം. ഈ സമയം മുഴുവൻ നമുക്കെല്ലാവർക്കും കത്തിച്ച തിരികളുമായിട്ട് എഴുന്നേറ്റ് നിൽക്കാം.
ദൂതരാത്തുല്ലസിക്കട്ടെ, ആനന്ദത്തിരയാഞ്ഞുയരട്ടെ. മോദം തിങ്ങിന ദിവ്യ കർമ്മങ്ങൾ, കാന്തി കന്തളം മന്നിനേകട്ടെ. ദിവ്യമഹോന്നത കാഹളമോടെ എങ്ങും വിജയം വിളംബരം ചെയ്ത്, വിണ്ണവരാജന്റെ ഭേരി ഉയർന്ന് മന്നിനു രക്ഷയുറപ്പായിടട്ടെ. ഇത്ര സമൃദ്ധമാം ക്രാന്തി സരിത്തിൽ നീന്തി നീ സന്തുഷ്ടയാവുക ഭൂമി. നിത്യനാം ഭൂപന്റെ തേജസ്സു ചിന്തി, ഭാസുര ഭംഗി കലർന്നു നീ മിന്നു. ഭൂമിയെ ചൂഴ്ന്നിടും കൂരിരുളാകെ, മാഞ്ഞുപോയി ദീപ്തിയിലൊന്നൊഴിയാതെ. ഇമ്മഹാദീപത്തിൻ മഞ്ജുപ്രഭയിൽ സമ്മോദം കൊള്ളുക സഭാംബിക മേന്മേൽ. അന്ധകാരത്തിൻ ഇരുൾ മറ നീങ്ങി, പൊൻപ്രഭ ഭാസുര ദീപ്തി പൊഴിക്കെ. ദിവ്യസഭാംബിക ഹർഷാരവത്താൽ ആഹ്ലാദ തുന്തിലമാകട്ടെ മേന്മേൽ. കർത്താവ് നിങ്ങളോടുകൂടെ, അങ്ങേ ആത്മാവോടും കൂടെ. ഹൃദയങ്ങൾ ഉയർത്തുവിൻ, കർത്താവിലേക്ക് ഞങ്ങൾ ഉയർത്തിയിരിക്കുന്നു. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. അത് ഉചിതവും ന്യായവുമത്രേ. ശക്തനദൃശ്യൻ ദൈവവുമാം നിത്യപിതാവിനും അവിടുത്തെ പൊൻപ്രഭസുതനേശു ക്രിസ്തുവിനും നിത്യ നമസ്കൃതി ചെയ്യുക നാം. ഹൃദയം നിറയുമൊരിമ്പമോടും അകതളിരിൽ നൽ സ്നേഹമോടും മധുരവചസ്സാൽ വാഴ്ത്തിടുകിൽ ഉചിതവും അപ്പോൾ യുക്തവുമാ. ആദത്തിൻ പിഴ കാരണമായി മർത്യനു വന്ന കടം വീട്ടി, ക്രിസ്തു നമുക്കായി തൻ്റെ രക്തം ചിന്തിയൊഴിച്ച ശിക്ഷകളും അവിടുത്തെ തിരുരക്തത്താൽ വിശ്വാസികളുടെ വീടുകളെ ശുദ്ധീകരണം ചെയ്യുന്ന നൽപെസഹ തിരുനാളിനു താൻ പൂർവന്മാരാം ഇസ്രായേൽ മക്കളെ വിടുവിൻ ഈജിപ്തിൻ അടിമത്തം വിട്ടെഴുന്നേൽക്കാൻ കഴിവോരാക്കിയ രാത്രിയുമേ. കാൽനനയാതങ്ങവരെല്ലാം ചെങ്കടൽ തരണം ചെയ്തിടാ കാരണമാക്കിയ രാവിതുതാൻ മഞ്ജുള കാന്തി എഴുന്നതുമേ. പാപത്തിമിരം ദുർഗുണവും ക്രിസ്തീയരിൽ നിന്നൊഴിവാക്കി ദൈവാർപ്പണമേകുകയും ശുദ്ധിയുമായി ബന്ധിക്കുകയും തീത്തോണിനുടെ ദീപ്തിയതാൽ പാപക്കൂരിരുൾ നീക്കുകയും ചെയ്തൊരു മുക്തമഹോന്നതമാം
രാത്രമതാണീ വേളയിതും. മൃത്യുവതിൻ്റെ വിലങ്ങുകളെ തച്ചു തകർത്തു പരമ്പൊരുളാം ക്രിസ്തുവുയർത്തൊരു രാത്രിയിതേ നിസ്തുല മോഹനമായതു താൻ. രക്ഷയതില്ലായിരുന്നുവെങ്കിൽ നിഷ്ഫലമായനെ ജന്മം പോലും. ഞങ്ങളോടുള്ള വാത്സല്യമോർത്താൽ വർണ്ണനാതീത സമുദ്രതുല്യം. എത്രയുയർന്ന കൃപാതിരേകം ഭാവനാതീതമം സ്നേഹശീലം. നീചനാമിഴയെ വീണ്ടുകൊള്ളുവാൻ സൂനുവയങ്ങു ബലി കഴിച്ചു. ക്രിസ്തുവിൻ മൃത്യുവാൽ ഭഗ്നമായി ആദത്തിൻ പാപങ്ങളാകമാനം. രക്ഷകൻ ഭൂമിയിൽ പിറക്കുവാനായി ആവശ്യമായി വന്നു പാപമപ്പോൾ. ആകയാൽ രക്ഷകനാഗമിക്കാൻ ഏതുവാ പാപമേ ഭാഗപൂർണം. ഈ രാവിൻ ശുദ്ധി അധർമ്മമെല്ലാം നേരായി തന്നെ തുരത്തിടുന്നു. മർത്യൻ ദൈവത്തിങ്കലൊന്നു ചേരും മുക്തി നിശ്ചയും ഇതൊന്നു തന്നെ. തിരുസഭ ഈ രാവിൽ നന്ദിപൂർവം തിരുമുമ്പിൽ കാഴ്ചയണച്ചിരുന്നു. മഹിതമീ സായാഹ്ന ദീപയജ്ഞം കരുണയാൽ സ്വീകരിക്കണമേ നീ. പരമവിശുദ്ധനാം സ്വർഗദാത അരുളണേ ആശിസ്സനുഗ്രഹങ്ങൾ. മലരിൽ നീച്ചകൾ ശേഖരിച്ച മെഴുകിത നൽകുന്നു ചേവടിയിൽ. സഭയിലെ വൈദികരാലേറ്റം വഴിപോൽ വിശിഷ്ട നിവേദ്യമായി. അതിനാലെ കർത്താവെ പ്രാർത്ഥിപ്പൂ ഞങ്ങൾ. അവിടുത്തെ നാമമഹത്വത്തിനായി ശുദ്ധീകരിച്ചു തെളിച്ചൊരി കൈത്തിരി പൊലിയാതെ കൂരിരുൾ നീക്കിടട്ടെ. പൊലിയാതെ കൂരിരുൾ നീക്കിടട്ടെ. അതിനാലെ കർത്താവെ പ്രാർത്ഥിപ്പൂ ഞങ്ങൾ. അവിടുത്തെ നാമ മഹത്വത്തിനായി ശുദ്ധീകരിച്ചു തെളിച്ചൊരി കൈത്തിരി പൊലിയാതെ കൂരിരുൾ നീക്കിടട്ടെ. പൊലിയാതെ കൂരിരുൾ നീക്കിടട്ടെ. നറുമണം പാറുന്ന യാഗമായിന്നിത് കരുതി നീ കൈക്കൊള്ളാൻ കനിയേണമേ. അനുവദിക്കണമാ ദ്യോവിൻ വിളക്കുമായി മിളിതമാവാനിതിൻ കാന്തിയൊന്നാ. അതിനാലെ കർത്താവെ പ്രാർത്ഥിപ്പൂ ഞങ്ങൾ. അവിടുത്തെ നാമ മഹത്വത്തിനായി ശുദ്ധീകരിച്ചു തെളിച്ചൊരി കൈത്തിരി പൊലിയാതെ കൂരിരുൾ നീക്കിടട്ടെ. പൊലിയാതെ കൂരിരുൾ നീക്കിടട്ടെ. ഇതു മഹിതോജ്വല ശോഭ ചുരിയട്ടെ. പുലർത്താരമായതും കണ്ടിടട്ടെ.
പാതാളത്തീന്ന് മടങ്ങിയ സ്ഥാചലം കാണാതെ മാനവ വംശത്തിന്മേൽ. അതിനാലെ കർത്താവെ പ്രാർത്ഥിപ്പൂ ഞങ്ങൾ, അവിടുത്തെ നാമ മഹത്വത്തിനായി ശുദ്ധീകരിച്ചു തെളിച്ചൊരി കൈത്തിരി പൊലിയാതെ കൂരിരു നീക്കിടട്ടെ, പൊലിയാതെ കൂരിരു നീക്കിടട്ടെ. അക്ഷയ ജ്യോതിസായി ശോഭിക്കും നക്ഷത്രം നിൻ പ്രിയപുത്രനാം ക്രിസ്തുദേവൻ എന്നും ജീവിക്കയും വാഴുകയും ചെയ്യുന്നു, മണ്ണിലും വിണ്ണിലും ദീപ്തിപൂർവം. അതിനാലെ കർത്താവെ പ്രാർത്ഥിപ്പൂ ഞങ്ങൾ, അവിടുത്തെ നാമ മഹത്വത്തിനായി ശുദ്ധീകരിച്ചു തെളിച്ചൊരി കൈത്തിരി പൊലിയാതെ കൂരിരു നീക്കിടട്ടെ, പൊലിയാതെ കൂരിരു നീക്കിടട്ടെ. ദൈവവചന പ്രഘോഷണ കർമ്മത്തിലേക്ക് നാം പ്രവേശിക്കുകയാണ്. ലോകാരംഭം മുതൽ ദൈവം സ്വജനത്തിനു വേണ്ടി ചെയ്തിട്ടുള്ള അത്ഭുത പ്രവർത്തനങ്ങൾ ശ്രവിച്ചും ധ്യാനിച്ചും കൊണ്ട് ദൈവത്തിൻ്റെ വചനത്തിലും വാഗ്ദാനത്തിലുമുള്ള വിശ്വാസത്തെ നമ്മൾ ദൃഢീകരിക്കുന്നു. നമുക്കെല്ലാവർക്കും തിരികൾ അണച്ച ശേഷം സ്വസ്ഥാനങ്ങളിൽ ഇരിക്കാം. ഇന്നത്തെ പെസഹ ജാഗര അനുഷ്ഠാനത്തിൻ്റെ രണ്ടാം ഭാഗം ദൈവവചന പ്രഘോഷണ കർമ്മമാണ്. ലോകാരംഭം മുതൽ ദൈവം ജനത്തിനു വേണ്ടി ചെയ്തിട്ടുള്ള അത്ഭുതകരമായ പ്രവർത്തനങ്ങളും ഇടപെടലുകളുമാണ് തിരുസഭ ഈ രാത്രി നമ്മോട് പ്രഘോഷിക്കുക. ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങളിലുള്ള വിശ്വാസത്തെ ഈ വായനകളിലൂടെ നമുക്ക് ദൃഢീകരിക്കാം. വായനകളുടെയും പ്രതിവചന സങ്കീർത്തനത്തിൻ്റെയും സമയങ്ങളിൽ നമ്മളെല്ലാവരും ഇരിക്കുന്നു. തുടർന്ന് വൈദികൻ പ്രാർത്ഥിക്കുമ്പോൾ എഴുന്നേറ്റ് നിന്നുകൊണ്ട് നാം അതിൽ പങ്കുകൊള്ളുന്നു. ഉൽപ്പത്തി പുസ്തകത്തിനുള്ള വായന 1-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ. ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. ഭൂമി രൂപരഹിതവും ശൂന്യവുമായിരുന്നു. ആഴത്തിനു മുകളിൽ അന്ധകാരം വ്യാപിച്ചിരുന്നു. ദൈവത്തിൻ്റെ ചൈതന്യം വെള്ളത്തിനു മീതെ ചലിച്ചുകൊണ്ടിരുന്നു. ദൈവം അരുൾ ചെയ്തു, വെളിച്ചം ഉണ്ടാകട്ടെ. വെളിച്ചം ഉണ്ടായി. വെളിച്ചം നല്ലതെന്ന് ദൈവം കണ്ടു. അവിടുന്ന് വെളിച്ചത്തെ ഇരുളിൽ നിന്നും വേർതിരിച്ചു. വെളിച്ചത്തിന് പകലെന്നും ഇരുളിന് രാത്രിയെന്നും പേരിട്ടു. സന്ധ്യയായി പ്രഭാതമായി 1-ാം ദിവസം. ദൈവം വീണ്ടും അരുൾ ചെയ്തു, ജലമധ്യത്തിൽ ഒരു വിധാനം ഉണ്ടാകട്ടെ. അത് ജലത്തെ 2ആയി തിരിക്കട്ടെ. ദൈവം വിധാനമുണ്ടാകുകയും അതിന് താഴെയുള്ള ജലത്തെ മുകളിലുള്ള ജലത്തിൽ നിന്ന് വേർതിരിക്കുകയും ചെയ്തു. അപ്രകാരം സംഭവിച്ചു. വിധാനത്തിന് അവിടുന്ന് ആകാശമെന്ന് പേരിട്ടു. സന്ധ്യയായി പ്രഭാതമായി 2-ാം ദിവസം. ദൈവം വീണ്ടും അരുൾ ചെയ്തു, ആകാശത്തിന് കീഴിലുള്ള വെള്ളമെല്ലാം ഒരിടത്ത് ഒരുമിച്ച് കൂടട്ടെ. കര പ്രത്യക്ഷപ്പെടട്ടെ. അങ്ങനെ സംഭവിച്ചു. കരയ്ക്ക് ഭൂമിയെന്നും ഒരുമിച്ച് കൂടിയ ജലത്തിന് കടലെന്നും ദൈവം പേരിട്ടു. അത് നല്ലതെന്ന് അവിടുന്ന് കണ്ടു. ദൈവം അരുൾ ചെയ്തു, ഭൂമി എല്ലാത്തരം ഹരിതസസ്യങ്ങളും ധാന്യച്ചെടികളും വിത്തുൾക്കൊള്ളുന്ന ഫലങ്ങൾ കായ്ക്കുന്ന വൃക്ഷങ്ങളും ഉളപ്പിക്കട്ടെ. അങ്ങനെ സംഭവിച്ചു.
ഭൂമി എല്ലാത്തരം ഹരിതസസ്യങ്ങളും ധാന്യച്ചെടികളും വിത്തുള്ള ഫലങ്ങളോട് കൂടിയ വൃക്ഷങ്ങളും മുളപ്പിച്ചു. അവ നല്ലതെന്ന് ദൈവം കണ്ടു. സന്ധ്യയായി, പ്രഭാതമായി, മൂന്നാം ദിവസം. ദൈവം വീണ്ടും അരുൾ ചെയ്തു, രാവും പകലും വേർതിരിക്കാൻ ആകാശവിധാനത്തിൽ പ്രകാശങ്ങൾ ഉണ്ടാകട്ടെ. അവ ഋതുക്കളും ദിനങ്ങളും വർഷങ്ങളും കുറിക്കുന്ന അടയാളങ്ങളായിരിക്കട്ടെ. ഭൂമിയിൽ പ്രകാശം ചൊരിയാൻ വേണ്ടി അവ ആകാശത്തെ വിധാനത്തിൽ ദീപങ്ങളായി നിൽക്കട്ടെ. അങ്ങനെ സംഭവിച്ചു. ദൈവം 2 മഹാദീപങ്ങൾ സൃഷ്ടിച്ചു. പകലിനെ നയിക്കാൻ വലുത്, രാത്രിയെ നയിക്കാൻ ചെറുത്. നക്ഷത്രങ്ങളെയും അവിടുന്ന് സൃഷ്ടിച്ചു. ഭൂമിയിൽ പ്രകാശം ചൊരിയാനും രാവിനെയും പകലിനെയും നിയന്ത്രിക്കാനും വെളിച്ചത്തെ ഇരുളിൽ നിന്ന് വേർതിരിക്കാനും ദൈവം അവയെ ആകാശവിധാനത്തിൽ സ്ഥാപിച്ചു. അത് നല്ലതെന്ന് ദൈവം കണ്ടു. സന്ധ്യയായി, പ്രഭാതമായി, 4-ാം ദിവസം. ദൈവം വീണ്ടും അരുൾ ചെയ്തു, വെള്ളം ജീവജാലങ്ങളെ പുറപ്പെടുവിക്കട്ടെ. പക്ഷികൾ ഭൂമിക്ക് മീതെ ആകാശവിധാനത്തിൽ പറക്കട്ടെ. അങ്ങനെ ദൈവം ഭീമാകരങ്ങളായ ജലജന്തുക്കളെയും കടലിൽ പറ്റം ചേർന്ന് ചരിക്കുന്ന സകലവിധ ജീവികളെയും എല്ലാത്തരം പക്ഷികളെയും സൃഷ്ടിച്ചു. അവ നല്ലതെന്ന് അവിടുന്ന് കണ്ടു. ദൈവം അവയെ ഇങ്ങനെ അനുഗ്രഹിച്ചു, സമൃദ്ധമായി പെരുകി കടലിൽ നിറയുവിൻ. പക്ഷികൾ ഭൂമിയിൽ പെരുകട്ടെ. സന്ധ്യയായി, പ്രഭാതമായി, 5-ാം ദിവസം. ദൈവം വീണ്ടും അരുൾ ചെയ്തു, ഭൂമി എല്ലാത്തരം ജീവജാലങ്ങളെയും കന്നുകാലികൾ, ഇഴജന്തുക്കൾ, കാട്ടുമൃഗങ്ങൾ എന്നിവയെ പുറപ്പെടുവിക്കട്ടെ. അങ്ങനെ സംഭവിച്ചു. അങ്ങനെ ദൈവം എല്ലാ ഇനം കാട്ടുമൃഗങ്ങളെയും കന്നുകാലികളെയും ഇഴജന്തുക്കളെയും സൃഷ്ടിച്ചു. അവ നല്ലതെന്ന് അവിടുന്ന് കണ്ടു. അങ്ങനെ ആകാശവും ഭൂമിയും അവയിലുള്ള സമസ്തവും പൂർണ്ണമായി ദൈവം തൻ്റെ ജോലി 7-ാം ദിവസം പൂർത്തിയാക്കി. താൻ തുടങ്ങിയ പ്രവൃത്തികളിൽ നിന്ന് വിരമിച്ച് 7-ാം ദിവസം അവിടുന്ന് വിശ്രമിച്ചു. കർത്താവിൻ്റെ വചനം. ദൈവത്തിന് നന്ദി. പ്രതിവചന സങ്കീർത്തനം. കർത്താവെ, അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ അയച്ച് കർത്താവേ, അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ അയച്ച് ഭൂമിയുടെ മുഖം പുതുക്കണമേ. ഭൂമിയുടെ മഹത്വം പുറത്തെടുക്കണമേ. എൻ്റെ ആത്മാവെ, കർത്താവിനെ വാഴ്ത്തുക. എൻ്റെ ദൈവമായ കർത്താവെ, അങ്ങ് അത്യുന്നതനാണ്. അവിടുന്ന് മഹത്വവും തേജസ്സും ധരിച്ചിരിക്കുന്നു. വസ്ത്രമെന്ന പോലെ അങ്ങ് പ്രകാശമണിഞ്ഞിരിക്കുന്നു. കർത്താവെ, അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ അയച്ച് കർത്താവേ, അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ അയച്ച് ഭൂമിയുടെ മുഖം പുതുക്കണമേ. ഭൂമിയുടെ മുഖം പുതുക്കണമേ. അവിടുന്ന് ഭൂമിയെ അതിൻ്റെ അടിസ്ഥാനത്തിൽ മേൽ ഉറപ്പിച്ചു. അത് ഒരിക്കലും ഇളകുകയില്ല. അവിടുന്ന് വസ്ത്രം കൊണ്ടെന്ന പോലെ ആഴി കൊണ്ട് അതിനെ ആവരണം ചെയ്തു. വെള്ളം പർവ്വതങ്ങൾക്ക് മീതെ നിന്നു. കർത്താവെ, അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ അയച്ച് കർത്താവേ, അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ അയച്ച് ഭൂമിയുടെ മുഖം പുതുക്കണമേ. ഭൂമിയുടെ മുഖം പുതുക്കണമേ. അവിടുന്ന് താഴ്വരകളിലേക്ക് ഉറവകളെ ഒഴുകുന്നു. അവ മലകൾക്കിടയിലൂടെ ഒഴുകുന്നു. ആകാശപ്പറവകൾ അവയുടെ തീരത്ത് വസിക്കുന്നു. മരക്കൊമ്പുകൾക്കിടയിലിരുന്ന് അവ പാടുന്നു. കർത്താവെ, അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ അയച്ച് കർത്താവേ, അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ അയച്ച് ഭൂമിയുടെ മുഖം പുതുക്കണമേ. ഭൂമിയുടെ മുഖം പുതുക്കണമേ. അവിടുന്ന് തൻ്റെ ഉന്നതമായ മന്ദിരത്തിൽ നിന്ന് മലകളെ നയിക്കുന്നു. അങ്ങയുടെ പ്രവൃത്തികളിലൂടെ ഫലം അനുഭവിച്ച് ഭൂമി തൃപ്തി അണയുന്നു. അവിടുന്ന് കന്നുകാലികൾക്ക് വേണ്ടി പുല്ല് മുളപ്പിക്കുന്നു. മനുഷ്യന് ഭൂമിയിൽ നിന്ന് ആഹാരം ലഭിക്കാൻ കൃഷിക്ക് വേണ്ട സസ്യങ്ങൾ മുളപ്പിക്കുന്നു. കർത്താവെ, അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ അയച്ച് കർത്താവേ, അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ അയച്ച് ഭൂമിയുടെ മുഖം പുതുക്കണമേ. ഭൂമിയുടെ മുഖം പുതുക്കണമേ. കർത്താവെ, അങ്ങയുടെ സൃഷ്ടികൾ എത്ര വൈവിധ്യപൂർണങ്ങളാണ്. ജ്ഞാനത്താൽ അങ്ങ് അവയെ നിർമ്മിച്ചു. ഭൂമി അങ്ങയുടെ സൃഷ്ടികളാൽ നിറഞ്ഞിരിക്കുന്നു. എൻ്റെ ആത്മാവെ, കർത്താവിനെ വാഴ്ത്തുക.
കർത്താവെ അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ അയച്ച് കർത്താവെ അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ അയച്ച് ഭൂമിയുടെ മുഖം പുതുക്കണമേ. ഭൂമിയുടെ മുഖം പുതുക്കണമേ. നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനും നിത്യനുമായ ദൈവമേ, അങ്ങേ എല്ലാ കരവേലകളുടെയും ക്രമത്തിൽ അങ്ങ് എത്രയോ വിസ്മനീയൻ. കാലത്തിന്റെ തികവിൽ ഞങ്ങൾ പെസഹായായ ക്രിസ്തു ബലി അർപ്പിക്കപ്പെട്ടതൊഴികെ ആരംഭത്തിലുള്ള ലോക സൃഷ്ടിയേക്കാൾ മഹത്തരം മറ്റൊന്നില്ല എന്ന് അങ്ങേ വീണ്ടെടുക്കപ്പെട്ടവർ ഗ്രഹിക്കുമാറാകട്ടെ. എന്നെന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. ശാന്തമായിട്ടിരിക്കാം. പുറപ്പാടിൻ്റെ പുസ്തകത്തിൽ നിന്നുള്ള വായന 14-ാം അധ്യായം 15 മുതൽ ഉള്ള തിരുവചനങ്ങൾ. കർത്താവ് മോശയോട് പറഞ്ഞു, നീ എന്തിന് എന്നെ വിളിച്ച് കരയുന്നു? മുന്നോട്ട് പോകാൻ ഇസ്രായേൽക്കാരോട് പറയുക. നിന്റെ വടി കയ്യിലെടുത്ത് കടലിന് മീതെ നീട്ടി അതിനെ വിഭജിക്കുക. ഇസ്രായേൽക്കാർ കടലിന് നടുവെ വരണ്ട നിലത്തിലൂടെ കടന്നു പോകട്ടെ. ഞാൻ ഈജിപ്തുകാരെ കഠിനചിത്തരാക്കും. അവർ നിങ്ങളെ പിന്തുടരും. ഞാൻ ഫറവോയുടെയും അവൻ്റെ സൈന്യങ്ങളുടെയും തേരുകളുടെയും കുതിരപ്പടയാളികളുടെയും മേൽ മഹത്വം നേടും. ഫറവോയുടെയും അവൻ്റെ രഥങ്ങളുടെയും അശ്വസേനയുടെയും മേൽ ഞാൻ മഹത്വം ഭരിക്കുമ്പോൾ ഞാനാണ് കർത്താവെന്ന് ഈജിപ്തുകാർ മനസ്സിലാക്കും. ഇസ്രായേൽ ജനത്തിൻ്റെ മുൻപേ പോയിക്കൊണ്ടിരുന്ന ദൈവദൂതൻ അവിടെ നിന്ന് മാറി അവരെ പിൻപേ പോകാൻ തുടങ്ങി. മേഘസ്തംഭവും മുൻപിൽ നിന്ന് മാറി പിൻപിൽ വന്നു നിന്നു. അവർ ഈജിപ്തുകാരുടെയും ഇസ്രായേൽക്കാരുടെയും പാളയങ്ങൾക്കിടയിൽ വന്നു നിന്നു. മേഘം ഇരുട്ട് നിറഞ്ഞതായിരുന്നു. അതിനാൽ ഒരു കൂട്ടർക്ക് മറ്റവരെ സമീപിക്കാനാവാതെ രാത്രി കഴിഞ്ഞു. മോശ കടലിന് മീതെ കൈനീട്ടി. കർത്താവ് രാത്രി മുഴുവൻ ശക്തമായൊരു കിഴക്കൻ കാറ്റയച്ചു. കടലിനെ പിറകോട്ട് മാറ്റി. കടൽ വരണ്ട ഭൂമിയാക്കി. വെള്ളം വിഭജിക്കപ്പെട്ടു. ഇസ്രായേൽക്കാർ കടലിന് നടുവെ ഉണങ്ങിയ മണ്ണിലൂടെ നടന്നു. അവരുടെ വലത്തും ഇടത്തും വെള്ളം മതിൽ പോലെ നിന്നു. ഈജിപ്തുകാർ ഫറവോയുടെ കുതിരകളും കുതിരപ്പടയാളികളും തേരുകളുമെല്ലാം അവരെ പിന്തുടർന്ന് കടലിൻ്റെ നടുവിലേക്ക് നീങ്ങി. രാത്രിയുടെ അന്ത്യയാമത്തിൽ കർത്താവ് അഗ്നിയുടെയും മേഘത്തിൻ്റെയും സ്തംഭത്തിൽ നിന്ന് ഈജിപ്തുകാരുടെ സൈന്യത്തെ നോക്കി അവരെ പരിഭ്രാന്തരാക്കി. അവിടുന്ന് രഥചക്രങ്ങൾ തടസ്സപ്പെടുത്തി. തന്മൂലം ഗതി ദുഷ്കരമായി. അപ്പോൾ ഈജിപ്തുകാർ പറഞ്ഞു, ഇസ്രായേൽക്കാരിൽ നിന്ന് നമുക്ക് ഓടി രക്ഷപ്പെടാം. കർത്താവ് അവർക്ക് വേണ്ടി ഈജിപ്തിനെതിരെ യുദ്ധം ചെയ്യുന്നു. അപ്പോൾ കർത്താവ് മോശയോട് പറഞ്ഞു, നിന്റെ കരം കടലിന് മീതെ നീട്ടുക. വെള്ളം മടങ്ങി വന്ന് ഈജിപ്തുകാരെയും അവരുടെ തേരുകളെയും കുതിരപ്പടയാളികളെയും മൂടട്ടെ. മോശ കടലിന് മീതെ കൈനീട്ടി. പ്രഭാതമായപ്പോഴേക്ക് കടൽ പൂർവസ്ഥിതിയിലായി. ഈജിപ്തുകാർ പിന്തിരിഞ്ഞോടിയത് അതിന് മധ്യത്തിലേക്കാണ്. അങ്ങനെ കർത്താവ് ഈജിപ്തുകാരെ നടുക്കടലിൽ ആഴ്ത്തി. ഇസ്രായേൽക്കാരെ പിന്തുടർന്ന് കടലിലിറങ്ങിയ തേരുകളെയും കുതിരപ്പടയാളികളെയും ഫറവോയുടെ സൈന്യം മുഴുവനെയും കടൽ വെള്ളം മൂടിക്കളഞ്ഞു. അവരിൽ ആരും അവശേഷിച്ചില്ല. എന്നാൽ ഇസ്രായേൽക്കാർ
കടലിന് നടുവെ വരണ്ട ഭൂമിയിലൂടെ നടന്നുപോയി. അവരുടെ വലത്തും ഇടത്തും വെള്ളം മതിൽ പോലെ നിലകൊണ്ടു. അങ്ങനെ ആ ദിവസം കർത്താവ് ഇസ്രായേൽക്കാരെ ഈജിപ്തുകാരിൽ നിന്ന് രക്ഷിച്ചു. ഈജിപ്തുകാർ കടൽ തീരത്ത് മരിച്ചു കിടക്കുന്നത് ഇസ്രായേൽക്കാർ കണ്ടു. കർത്താവ് ഈജിപ്തുകാർക്കെതിരെ ഉയർത്തിയ ശക്തമായ കരം ഇസ്രായേൽക്കാർ കണ്ടു. ജനം കർത്താവിനെ ഭയപ്പെട്ടു. കർത്താവിനെയും അവിടുത്തെ ദാസനായ മോശയെയും വിശ്വസിക്കുകയും ചെയ്തു. മോശയും ഇസ്രായേൽക്കാരും കർത്താവിനെ സ്തുതിച്ചുകൊണ്ട് ആ ഗാനം ആലപിച്ചു. കർത്താവിനെ ഞാൻ പാടി സ്തുതിക്കും, എന്തെന്നാൽ അവിടുന്ന് മഹത്വപൂർണമായ വിജയം നേടിയിരിക്കുന്നു. കുതിരയെയും കുതിരക്കാരനെയും അവിടുന്ന് കടലിലെറിഞ്ഞു. കർത്താവിൻ്റെ വചനം. ദൈവത്തിന് നന്ദി. പ്രതിവചന സങ്കീർത്തനം. കർത്താവിനെ ഞാൻ പാടി സ്തുതിക്കും, കർത്താവിനെ ഞാൻ പാടി സ്തുതിക്കും, എന്തെന്നാൽ അവിടുന്ന് മഹോന്നതനത്രേ. എന്തെന്നാൽ അവിടുന്ന് മഹോന്നതനത്രേ. കർത്താവിനെ ഞാൻ പാടി സ്തുതിക്കും, എന്തെന്നാൽ അവിടുന്ന് മഹത്വപൂർണമായ വിജയം നേടിയിരിക്കുന്നു. കർത്താവ് എൻ്റെ ശക്തിയും സംരക്ഷകനുമാണ്. അവിടുന്ന് എനിക്ക് രക്ഷയായി ഭവിച്ചിരിക്കുന്നു. അവിടുന്നാണ് എൻ്റെ ദൈവം, ഞാൻ അവിടുത്തെ സ്തുതിക്കും. കർത്താവിനെ ഞാൻ പാടി സ്തുതിക്കും, കർത്താവിനെ ഞാൻ പാടി സ്തുതിക്കും, എന്തെന്നാൽ അവിടുന്ന് മഹോന്നതനത്രേ. എന്തെന്നാൽ അവിടുന്ന് മഹോന്നതനത്രേ. കർത്താവ് യോദ്ധാവാകുന്നു. കർത്താവ് എന്നാകുന്നു അവിടുത്തെ നാമം. ഫറവോയുടെ രഥങ്ങളുടെയും സൈന്യത്തെയും അവിടുന്ന് കടലിലാഴ്ത്തി. അവരെ ധീരമായ സൈന്യാധിപർ ചെങ്കടലിൽ മുങ്ങി മരിച്ചു. കർത്താവിനെ ഞാൻ പാടി സ്തുതിക്കും, കർത്താവിനെ ഞാൻ പാടി സ്തുതിക്കും, എന്തെന്നാൽ അവിടുന്ന് മഹോന്നതനത്രേ. എന്തെന്നാൽ അവിടുന്ന് മഹോന്നതനത്രേ. ആഴമേറിയ ജലം അവരെ മൂടി. അഗാധയിലേക്ക് കല്ലുപോലെ അവർ താണു. കർത്താവെ, അങ്ങയുടെ വലത് കൈ ശക്തിയാൽ മഹത്വമാർന്നിരിക്കുന്നു. കർത്താവെ, അങ്ങയുടെ വലത് കൈ ശത്രുവിനെ ചിതറിച്ചിരിക്കുന്നു. കർത്താവിനെ ഞാൻ പാടി സ്തുതിക്കും, കർത്താവിനെ ഞാൻ പാടി സ്തുതിക്കും, എന്തെന്നാൽ അവിടുന്ന് മഹോന്നതനത്രേ. എന്തെന്നാൽ അവിടുന്ന് മഹോന്നതനത്രേ. കർത്താവെ, അങ്ങയുടെ ജനത്തെ കൊണ്ടുവന്ന് അങ്ങയുടെ വിശുദ്ധ മലയിൽ അങ്ങേക്ക് വസിക്കുന്നതിനായി ഒരുക്കിയിരിക്കുന്ന സ്ഥലത്ത് അങ്ങയുടെ കരങ്ങൾ സ്ഥാപിച്ച വിശുദ്ധ മന്ദിരത്തിൽ അവരെ നട്ടുപിടിപ്പിക്കും. കർത്താവ് എന്നേക്കും രാജാവായി ഭരിക്കും. കർത്താവിനെ ഞാൻ പാടി സ്തുതിക്കും, കർത്താവിനെ ഞാൻ പാടി സ്തുതിക്കും, എന്തെന്നാൽ അവിടുന്ന് മഹോന്നതനത്രേ. എന്തെന്നാൽ അവിടുന്ന് മഹോന്നതനത്രേ. നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, മുൻകാലങ്ങളിലെ അങ്ങേ അത്ഭുതം ഞങ്ങളുടെ ഈ കാലയളവിലും മിന്നിത്തിളങ്ങുന്നതായി ഞങ്ങൾ അറിയുന്നു. അങ്ങേ വലത്ത് കരത്തിന്റെ ശക്തിയാൽ ഫറവോയുടെ പീഡനത്തിൽ നിന്ന് മോചിപ്പിച്ച് ഒരു ജനതയ്ക്ക് നൽകിയത് ഇപ്പോൾ നവജന്മത്തിന്റെ ജലം വഴി ജനതകളുടെ രക്ഷയായി അങ്ങ് നിർവഹിക്കുന്നുവല്ലോ. അങ്ങനെ സമസ്ത ലോകവും അബ്രാഹത്തിന്റെ സന്തതികളായും ഇസ്രായേലിന്റെ മഹിമയായും രൂപാന്തരപ്പെടാൻ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. ഇസയാസ് പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്നുള്ള വായന. കർത്താവ് അരുൾ ചെയ്യുന്നു, ദാഹാർത്തരെ ജലാശയത്തിലേക്ക് വരുവിൻ, നിർദ്ധരൻ വന്നു വാങ്ങി ഭക്ഷിക്കട്ടെ. വീഞ്ഞും പാലും സൗജന്യമായി വാങ്ങിക്കൊള്ളുക. ആഹാരത്തിനു വേണ്ടിയല്ലാതെ എന്തിനു പണം മുടക്കുന്നു? സംതൃപ്തിക്ക് വേണ്ടിയല്ലാതെ എന്തിന് അധ്വാനിക്കുന്നു? എൻ്റെ വാക്ക് ശ്രദ്ധിച്ചു കേൾക്കുക. നന്നായി ഭക്ഷിക്കുകയും വിശിഷ്ട ഭോജ്യങ്ങൾ ആസ്വദിക്കുകയും ചെയ്യുക. എൻ്റെ അടുക്കൽ വന്ന് എൻ്റെ വാക്ക് കേൾക്കുവിൻ, നിങ്ങൾ ജീവിക്കും.
ഞാൻ നിങ്ങളുമായി ശാശ്വതമായ ഒരു ഉടമ്പടി ഉണ്ടാക്കും. ദാവീദിനോടെന്ന പോലെ നിങ്ങളോട് ഞാൻ സ്ഥിരമായ സ്നേഹം കാട്ടും. ഇതാ, ഞാൻ അവനെ ജനതകൾക്ക് സാക്ഷിയും നേതാവും അധിപനുമാക്കിയിരിക്കുന്നു. നിനക്ക് അജ്ഞാതമായ ജനതകളെ നീ വിളിച്ചുകൂട്ടും. നിന്നെ അറിയാത്ത ജനതകൾ നിന്റെ അടുക്കൽ ഓടിക്കൂടും. എന്തെന്നാൽ നിന്റെ ദൈവമായ കർത്താവ്, ഇസ്രായേലിൻ്റെ പരിശുദ്ധൻ നിന്നെ മഹത്വപ്പെടുത്തിയിരിക്കുന്നു. കർത്താവിനെ കണ്ടെത്താൻ കഴിയുന്ന ഇപ്പോൾ തന്നെ അവിടുത്തെ അന്വേഷിക്കുവിൻ. അവിടുന്ന് അരികെയുള്ളപ്പോൾ അവിടുത്തെ വിളിക്കുവിൻ. ദുഷ്ടൻ തൻ്റെ മാർഗം, അധർമ്മി തൻ്റെ ചിന്താഗതികളും ഉപേക്ഷിക്കട്ടെ. അവിടുത്തെ കരുണ ലഭിക്കേണ്ടതിന് അവൻ കർത്താവിങ്കിലേക്ക് തിരിയട്ടെ, നമ്മുടെ ദൈവത്തിങ്കിലേക്ക് തിരിയട്ടെ. അവിടുന്ന് ഉദാരമായി ക്ഷമിക്കും. കർത്താവ് അരുൾ ചെയ്യുന്നു, എൻ്റെ ചിന്തകൾ നിങ്ങളുടേതുപോലെയല്ല, നിങ്ങളുടെ വഴികൾ എൻ്റേതുപോലെയുമല്ല. ആകാശം ഭൂമിയേക്കാൾ ഉയർന്നു നിൽക്കുന്നു, അതുപോലെ എൻ്റെ വഴികളും ചിന്തകളും നിങ്ങളുടേതിനേക്കാൾ ഉന്നതമത്രേ. മഴയും മഞ്ഞും ആകാശത്തു നിന്നും വരുന്നു, അങ്ങോട്ട് മടങ്ങാതെ ഭൂമിയെ നനയ്ക്കുന്നു. അത് സസ്യങ്ങൾ മുളപ്പിച്ച് ഫലം നൽകി, വിതയ്ക്കാൻ വിത്തും ഭക്ഷിക്കാൻ ആഹാരവും ലഭ്യമാക്കുന്നു. എൻ്റെ അധരങ്ങളിൽ നിന്ന് പുറപ്പെടുന്ന വാക്കും അങ്ങനെ തന്നെ. ഫലരഹിതമായി അത് തിരിച്ചു വരില്ല. എൻ്റെ ഉദ്ദേശം അത് നിറവേറ്റും. ഞാൻ ഏൽപ്പിക്കുന്ന കാര്യം വിജയപ്രദമായി ചെയ്യും. കർത്താവിൻ്റെ വചനം. ദൈവത്തിന് നന്ദി. രക്ഷയുടെ സ്രോതസ്സിൽ നിന്നും നിങ്ങൾ സന്തോഷപൂർവ്വം ജലം കോരിയെടുക്കും. നിങ്ങൾ സന്തോഷപൂർവ്വം ജലം കോരിയെടുക്കും. ദൈവമാണ് എൻ്റെ രക്ഷ, ഞാൻ അങ്ങിൽ ആശ്രയിക്കും. ഞാൻ ഭയപ്പെടുകയില്ല. എന്തെന്നാൽ ദൈവമായ കർത്താവ് എൻ്റെ ബലവും എൻ്റെ ഗാനവുമാണ്. അവിടുന്ന് എൻ്റെ രക്ഷയായിരിക്കുന്നു. രക്ഷയുടെ സ്രോതസ്സിൽ നിന്ന് നീ സന്തോഷത്തോടെ ജലം കോരിയെടുക്കും. സ്രോതസ്സിൽ നിന്ന് നീ സന്തോഷത്തോടെ ജലം കോരിയെടുക്കും. കർത്താവിന് നന്ദി പറയുവിൻ, അവിടുത്തെ നാമം വിളിച്ചപേക്ഷിക്കുവിൻ. ജനതകളുടെ ഇടയിൽ അവിടുത്തെ പ്രവർത്തികൾ വിളംബരം ചെയ്യുവിൻ. അവിടുത്തെ നാമം ഉന്നതമാണ്, ഉദ്ഘോഷിക്കുവിൻ. രക്ഷയുടെ സ്രോതസ്സിൽ നിന്ന് നിങ്ങൾ സന്തോഷപൂർവ്വം ജലം കോരിയെടുക്കും. നിങ്ങൾ സന്തോഷപൂർവ്വം ജലം കോരിയെടുക്കും. കർത്താവിന് സ്തുതി പാടുവിൻ, അവിടുന്ന് മഹത്വത്തോടെ പ്രവർത്തിച്ചു. സിയോൻ വാസികളെ ആർത്തട്ടഹസിക്കുവിൻ, സന്തോഷത്തോടെ കീർത്തനങ്ങൾ ആലപിക്കുവിൻ. ഇസ്രായേലിൻ്റെ പരിശുദ്ധനായവൻ മഹത്വത്തോടെ നിങ്ങളുടെ മധ്യയുണ്ട്. രക്ഷയുടെ സ്രോതസ്സിൽ നിന്ന് നിങ്ങൾ സന്തോഷപൂർവ്വം ജലം കോരിയെടുക്കും. നിങ്ങൾ സന്തോഷപൂർവ്വം ജലം കോരിയെടുക്കുവിൻ. എഴുന്നേറ്റ് നിൽക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. ലോകത്തിന്റെ ഏക പ്രത്യാശയും സർവശക്തനും നിത്യനുമായ ദൈവമേ, അങ്ങേ പ്രവാചകരുടെ പ്രഘോഷണം വഴി കാലയളവിലെ രഹസ്യങ്ങൾ അങ്ങ് വെളിപ്പെടുത്തിയല്ലോ. അങ്ങേ ജനത്തിന്റെ അഭിലാഷങ്ങൾ പ്രീതിപൂർവ്വം തീക്ഷ്ണമാക്കണമായി. എന്തെന്നാൽ അങ്ങേ പ്രചോദനത്തിലല്ലാതെ ഒരു വിശ്വാസിയുടെയും ഒരു തരത്തിലുള്ള സുഹൃത വളർച്ചയും കൈവരുന്നില്ലല്ലോ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. ആമേൻ. പഴയ നിയമത്തിൽ നിന്നുള്ള വായനകൾ പൂർത്തിയായിരിക്കുന്നു. ക്രിസ്തുനാഥനിൽ സമാരംഭിതമാകുന്ന പുതിയ ഉടമ്പടിയുടെ ആഗമനം പ്രഘോഷിച്ചുകൊണ്ട് അത്യുന്നതങ്ങളിൽ എന്ന സഭയുടെ സന്തോഷ കീർത്തനം ആലപിക്കുന്നു. ഇപ്പോൾ ക്രിസ്തുനാഥൻ്റെ ഉയർപ്പിനെ നാം പ്രത്യേക വിധത്തിൽ സൂചിപ്പിച്ചുകൊണ്ട് ദേവാലയ മണികൾ മുഴങ്ങുകയും ബലിപീഠത്തിൽ തിരികൾ കത്തിക്കുകയും ചെയ്യുന്നു. അത്യുന്നതങ്ങളിൽ ദൈവത്തിനു മഹത്വം, ഭൂമിയിൽ സന്മനസ്സുള്ളോർക്ക് ശാന്തിയുമേ. അത്യുന്നതങ്ങളിൽ ദൈവത്തിനു മഹത്വം, ഭൂമിയിൽ സന്മനസ്സുള്ളോർക്ക് ശാന്തിയുമേ. അത്യുന്നതങ്ങളിൽ
ദൈവത്തിനു മഹത്വം. ഭൂമിയിൽ സന്മനസ്സുള്ളോർക്ക് ശാന്തിയുമേ. ഉയർപ്പിൻ്റെ തിരുക്കർമ്മങ്ങൾ നമ്മൾ ആരംഭിക്കുകയാണ്. അവിടെ സൈഡിൽ ഒരുക്കി വെച്ചിരിക്കുന്നിടത്ത് ഈശോയുടെ ഉയർപ്പിന് വേണ്ടി നമുക്ക് കാത്തിരിക്കാം. ദിവ്യമഹിമകൾ പാടുന്നു. അങ്ങേ മഹാമഹിമയ്ക്കിതാ നന്ദി ചൊല്ലുന്നിവ താഴ്മയായി. ദൈവമേ കർത്താവങ്ങയെ വാഴ്ത്തുന്നു സ്വർലോക രാജനേ. സർവൈകശക്തനാം ദൈവമേ താതനമങ്ങയെ വാഴ്ത്തുന്നു. ഏകാത്മജാ ദൈവസൂനുവേ കർത്താവാം ശ്രീയേശു ക്രിസ്തുവേ. ദൈവമേ കർത്താവാമങ്ങയെ വാഴ്ത്തുന്നു. ദൈവത്തിൻ കുഞ്ഞാണേ താതനാം ദൈവത്തിൻ സൂനുവേ അങ്ങയെ വാഴ്ത്തി സ്തുതിക്കുന്നു. ലോകത്തിൻ പാപനികന്താവേ കാരുണ്യത്തുകണേ ഞങ്ങളിൽ. ലോകത്തിൻ പാപനികന്താവേ ഞങ്ങൾ തൻ പ്രാർത്ഥന കേൾക്കണേ. നിത്യപിതാവിൻ്റെ പാർശ്വത്തിൽ നീർവലം ഭാഗത്തിരുന്നിടും ഞങ്ങൾ തൻ രക്ഷകനേശുവേ കാരുണ്യം പുകണേ ഞങ്ങളിൽ. സത്യസ്വരൂപൻ പിതാവു തൻ നിത്യമഹിമാവിൻ തേജസ്സിൽ പാവനാത്മാവുതൻ ഐക്യത്തിൽ വാഴുന്ന ക്രിസ്തുവ
പരമോന്നതൻ ത്രിത്വൈക ദൈവമഹത്വത്തിൽ നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, ഉയർപ്പ് ഞായറിന്റെ മഹത്വം ഈ പരമപരിശുദ്ധ രാത്രിയെ പ്രകാശിപ്പിക്കുന്നുവല്ലോ. ദത്തെടുപ്പിന്റെ ചൈതന്യം അങ്ങേ സഭയിൽ ഉദ്ദീപിപ്പിക്കണമേ. അങ്ങനെ ശരീരവും മനസ്സും നവീകരിക്കപ്പെട്ട് അവികലമായ ശുശ്രൂഷ അങ്ങേക്ക് ഞങ്ങൾ അർപ്പിക്കുമാറാകട്ടെ. അങ്ങയോടുകൂടെ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എന്നും ദൈവമായി ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങേ പുത്രനും ഞങ്ങളുടെ കർത്താവുമായ യേശുക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. ആമേൻ. നമുക്കിരിക്കാം. വിശുദ്ധ പൗലോസ് അപ്പസ്തോലൻ റോമാക്കാർക്കെഴുതിയ ലേഖനത്തിൽ നിന്നുള്ള വായന. പ്രിയ സഹോദരരെ, യേശുക്രിസ്തുവിനോട് ഐക്യപ്പെടാൻ ജ്ഞാനസ്നാനം സ്വീകരിച്ച നാം എല്ലാവരും അവൻ്റെ മരണത്തോട് ഐക്യപ്പെടാനാണ് ജ്ഞാനസ്നാനം സ്വീകരിച്ചതെന്ന് നിങ്ങൾക്കറിഞ്ഞുകൂടെ. അങ്ങനെ അവൻ്റെ മരണത്തോട് നമ്മെ ഐക്യപ്പെടുത്തിയ ജ്ഞാനസ്നാനത്താൽ നാം അവനോടൊത്ത് സംസ്കരിക്കപ്പെട്ടു. ക്രിസ്തു മരിച്ചതിനു ശേഷം പിതാവിൻ്റെ മഹത്വത്തിൽ ഉയർത്തെഴുന്നേറ്റതുപോലെ നാമും പുതിയ ജീവിതം നയിക്കേണ്ടതിനാണ് അവനോടൊത്ത് സംസ്കരിക്കപ്പെട്ടത്. അവൻ്റെ മരണത്തിന് സദൃശ്യമായ ഒരു മരണത്തിൽ നാം അവനോട് ഐക്യപ്പെട്ടവരായെങ്കിൽ അവൻ്റെ പുനരുദ്ധാരത്തിന് സദൃശ്യമായ ഒരു പുനരുത്ഥാനത്തിലും അവനോട് ഐക്യപ്പെട്ടവരായിരിക്കും. നാം ഇനി പാപത്തിന് അടിമപ്പെടാതിരിക്കത്തക്ക വിധം പാപപൂർണമായ ശരീരത്തെ നശിപ്പിക്കാൻ വേണ്ടി നമ്മിലെ പഴയ മനുഷ്യൻ അവനോടുകൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നുവെന്ന് നമുക്കറിയാമല്ലോ. എന്തെന്നാൽ മരിച്ചവൻ പാപത്തിൽ നിന്ന് മോചിതനായിരിക്കുന്നു. നാം ക്രിസ്തുവിനോടുകൂടെ മരിച്ചുവെങ്കിൽ അവനോടുകൂടെ ജീവിക്കും എന്നു നാം വിശ്വസിക്കുന്നു. മരിച്ചവരിൽ നിന്ന് ഉത്ഥാനം ചെയ്ത ക്രിസ്തു ഇനി ഒരിക്കലും മരിക്കുകയില്ലെന്ന് നമുക്കറിയാം. മരണത്തിന് അവൻ്റെ മേൽ ഇനി അധികാരമില്ല. അവൻ മരിച്ചു. പാപത്തെ സംബന്ധിച്ചിടത്തോളം എന്നേക്കുമായി അവൻ മരിച്ചു. അവൻ ജീവിക്കുന്നു. ദൈവത്തിനു വേണ്ടി അവൻ ജീവിക്കുന്നു. അതുപോലെ നിങ്ങളും പാപത്തെ സംബന്ധിച്ചിടത്തോളം മരിച്ചവരാണെന്നും യേശുക്രിസ്തുവിൽ ദൈവത്തിനു വേണ്ടി ജീവിക്കുന്നവരാണെന്നും അറിഞ്ഞുകൊള്ളുവിൻ. കർത്താവിൻ്റെ വചനം. ദൈവത്തിന് നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവിന് കൃതജ്ഞത അർപ്പിക്കുവിൻ. അവിടുന്ന് നല്ലവനാണ്. അവിടുത്തെ കാരുണ്യം ശാശ്വതമാണെന്ന് ഇസ്രായേൽ പറയട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവിൻ്റെ വലത്തുകൈ മഹത്വമാർജിച്ചിരിക്കുന്നു. കർത്താവിൻ്റെ വലത്തുകൈ കരുത്ത് പ്രകടമാക്കി. ഞാൻ മരിക്കുകയില്ല, ജീവിക്കും. ഞാൻ കർത്താവിൻ്റെ പ്രവർത്തികൾ പ്രഘോഷിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പണിക്കാർ ഉപേക്ഷിച്ചു കളഞ്ഞ കല്ല് മൂലക്കല്ലായി തീർന്നു. ഇത് കർത്താവിൻ്റെ പ്രവൃത്തിയാണ്. ഇത് നമ്മുടെ ദൃഷ്ടിയിൽ വിസ്മയാവഹമായിരിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ.
കർത്താവ് നിങ്ങളോട് കൂടെ. അങ്ങേ ആത്മാവോടും കൂടെ. ലൂക്കായുടെ വിശുദ്ധ സുവിശേഷത്തിനുള്ള വായന. കർത്താവേ, അങ്ങേക്ക് മഹത്വം. ഗലീലയിൽ നിന്ന് യേശുവിനെ അനുഗമിച്ചിരുന്ന സ്ത്രീകൾ തയ്യാറാക്കി വച്ചിരുന്ന സുഗന്ധദ്രവ്യങ്ങളുമായി ആഴ്ചയുടെ ആദ്യ ദിവസം അതിരാവിലെ കല്ലറയുടെ അടുത്തേക്ക് പോയി. കല്ലറയിൽ നിന്ന് കല്ല് ഉരുട്ടി മാറ്റിയിരിക്കുന്നതായി അവർ കണ്ടു. അവർ അകത്ത് കടന്ന് നോക്കിയപ്പോൾ കർത്താവായി യേശുവിൻ്റെ ശരീരം അവർ കണ്ടില്ല. ഇതിനെക്കുറിച്ച് അമ്പരന്ന് നിൽക്കവേ രണ്ടുപേർ തിളങ്ങുന്ന വസ്ത്രങ്ങൾ ധരിച്ച് അവർക്ക് പ്രത്യക്ഷപ്പെട്ടു. അവർ ഭയപ്പെട്ട് മുഖം കുനിച്ചു. അപ്പോൾ അവർ അവരോട് പറഞ്ഞു, ജീവിച്ചിരിക്കുന്നവനെ നിങ്ങൾ മരിച്ചവരുടെ ഇടയിൽ അന്വേഷിക്കുന്നത് എന്തിന്? അവൻ ഇവിടെയില്ല, ഉയർപ്പിക്കപ്പെട്ടു. മനുഷ്യപുത്രൻ പാപികളുടെ കയ്യിൽ ഏൽപ്പിക്കപ്പെടുകയും ക്രൂശിക്കപ്പെടുകയും 3-ാം ദിവസം ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യേണ്ടിയിരിക്കുന്നു എന്ന് താൻ ഗലീലയിൽ ആയിരുന്നപ്പോൾ തന്നെ അവൻ നിങ്ങളോട് പറഞ്ഞത് ഓർമ്മിക്കുവിൻ. അപ്പോൾ അവർ അവൻ്റെ വാക്കുകൾ ഓർമ്മിച്ചു. കല്ലറയെങ്കിൽ നിന്ന് തിരിച്ചു വന്ന് അവർ ഇതെല്ലാം 11 പേരെയും മറ്റെല്ലാവരെയും അറിയിച്ചു. മഗ്ദലേന മറിയവും യോവാനയും യാക്കോബിൻ്റെ അമ്മയായ മറിയവും അവൻ്റെ കൂടെ ഉണ്ടായിരുന്നു. മറ്റു സ്ത്രീകളുമാണ് ഇക്കാര്യങ്ങൾ അപ്പസ്തോലന്മാരോട് പറഞ്ഞത്. അവർക്കാകട്ടെ ഈ വാക്കുകൾ കെട്ടുകഥ പോലെ തോന്നിയുള്ളൂ. അവർ അവരെ വിശ്വസിച്ചില്ല. എന്നാൽ പത്രോസ് എഴുന്നേറ്റ് കല്ലറയെങ്കിലേക്ക് ഓടി. കുനിഞ്ഞ് അകത്തേക്ക് നോക്കിയപ്പോൾ അവനെ പൊതിഞ്ഞിരുന്ന തുണികൾ തനിയെ കിടക്കുന്നത് കണ്ടു. സംഭവിച്ചതിനെപ്പറ്റി വിസ്മയിച്ചുകൊണ്ട് അവൻ തിരിച്ചുപോയി. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. സ്നേഹമുള്ളവരെ, ജ്ഞാനസ്നാന ജലാശീർവാദ കർമ്മത്തിലേക്കാണ് നാം ഇപ്പോൾ പ്രവേശിക്കുക. പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും ദൈവത്തിൻ്റെ ദാനമായ രക്ഷയുടെ അടയാളമാണ് ജലം. ആദിയിൽ ആഴത്തിനുമേൽ അന്ധകാരം വ്യാപിച്ചിരുന്നു. അവിടെ ജലത്തിനു മീതെ ആത്മാവ് ആവസിച്ചപ്പോൾ സൃഷ്ടിയുടെ മനോഹാരിത സുവിക്തമായി. പിൽക്കാലത്ത് എപ്പോഴും ദൈവത്തിൻ്റെ രക്ഷയുടെ അടയാളമായിരുന്നു ജലം. നോഹിൻ്റെ കാലത്തെ ജലപ്രളയത്തിലൂടെ ദൈവം പാപം കഴുകി ഈ ലോകത്തെ തൻ്റെ നന്മയുടെ ഇരിപ്പിടമാക്കി. ഈശോനാഥൻ ജോർദാൻ നദിയിൽ ജ്ഞാനസ്നാനം സ്വീകരിച്ചപ്പോൾ പിതാവായ ദൈവം സ്വർഗം തുറന്ന് പരിശുദ്ധാത്മാവിനെ അയക്കുകയും മനുഷ്യരെ മുഴുവൻ മക്കളെ എന്ന് വിളിക്കുകയും ചെയ്തു. ഈശോ കുരിശിൽ മരിച്ചപ്പോൾ ഹൃദയം തുറന്ന് രക്തത്തോടൊപ്പം ജലവും ഒഴുക്കിക്കൊണ്ട് തൻ്റെ ഹൃദയമാണ് കൂദാശകളുടെ ഉറവിടമെന്ന് വെളിപ്പെടുത്തി. നമ്മുടെ ജ്ഞാനസ്നാനത്തെ അനുസ്മരിപ്പിക്കുന്ന ഈ ജലത്തിൻ്റെ ആശീർവാദ കർമ്മത്തിൽ നമുക്ക് ഭക്തിയോടെ പങ്കെടുക്കാം. നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. ദൈവമേ, അദൃശ്യ ശക്തിയാൽ കൂദാശകളുടെ അടയാളങ്ങളിലൂടെ വിസ്മരണീയമായ ഫലമുളവാക്കുകയും ജ്ഞാനസ്നാനത്തിൻ്റെ കൃപ വെളിപ്പെടുത്തി അങ്ങേ സൃഷ്ടിയായ ജലത്തെ ബഹുവിധത്തിൽ സജ്ജീകരിക്കുകയും ചെയ്തുവല്ലോ. ദൈവമേ, ലോകാരംഭം മുതലേ അങ്ങേ ആത്മാവ് ജലത്തിന്മേലെ വ്യാപരിച്ചിരുന്നു. അങ്ങനെ വിശുദ്ധീകരണ ശക്തി ജലത്തിൻ്റെ സ്വഭാവത്തിൽ തന്നെ നിക്ഷിപ്തമാക്കിയല്ലോ. ദൈവമേ, ജലപ്രളയത്താൽ അങ്ങ് നവജന്മത്തിൻ്റെ ആദിരൂപം കാട്ടിത്തന്നു. അങ്ങനെ ജലത്തിൻ്റെ തന്നെ രഹസ്യം വഴി പാപത്തിന് അന്ത്യവും പുണ്യത്തിന് ആരംഭവും കുറിച്ചു. ദൈവമേ, അബ്രാഹത്തിന് സന്തതികളെ ചെങ്കടലിലൂടെ കാല് നനയാതെ മറുകര കടക്കാൻ അങ്ങിടയാക്കി. അങ്ങനെ ഫറവോയുടെ അടിമത്തത്തിൽ നിന്ന് വിമുക്തരായ ജനത്തെ ജ്ഞാനസ്നാനം സ്വീകരിച്ച ജനത്തിൻ്റെ പ്രതിരൂപമാക്കി. ദൈവമേ,
അങ്ങേ പുത്രൻ യോർദാൻ നദിയിൽ വെച്ച് യോഹന്നാനിൽ നിന്ന് സ്നാനമേറ്റ് പരിശുദ്ധാത്മാവാൽ അഭിഷിക്തനായി അവിടുന്ന് കുരിശിൽ തൂങ്ങിക്കിടക്കും. അവിടുത്തെ പാർശ്വത്തിൽ നിന്ന് രക്തത്തോടൊപ്പം ജലവും ഒഴുകാൻ അങ്ങ് തിരുവള്ളമായി. അവിടുത്തെ ഉത്ഥാനത്തിനു ശേഷം അവിടുന്ന് ശിഷ്യന്മാരോട് കൽപ്പിച്ചു, നിങ്ങൾ പോയി സർവ്വജനങ്ങളെയും പഠിപ്പിച്ച് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അവരെ ജ്ഞാനസ്നാനപ്പെടുത്തുവിൻ. അങ്ങേ സഭയുടെ മുഖം കടാക്ഷിക്കുകയും അവർക്ക് ജ്ഞാനസ്നാന നീരുറവ ദയാപൂർവം തുറന്നു കൊടുക്കുകയും ചെയ്യണമേ. അങ്ങേ ഏകജാതൻ്റെ കൃപ പരിശുദ്ധാത്മാവ് വഴി ഈ ജലം സ്വീകരിക്കട്ടെ. അങ്ങനെ അങ്ങേ സാദൃശ്യത്താൽ സൃഷ്ടിക്കപ്പെടുകയും ജ്ഞാനസ്നാന കൂദാശ വഴി പഴയ സകല മാലിന്യങ്ങളിൽ നിന്ന് കഴുകപ്പെടുകയും ചെയ്ത മനുഷ്യൻ ജലത്താലും പരിശുദ്ധാത്മാവിലും ഒരു നവശിശുവായി രൂപാന്തരം പ്രാപിക്കുവാനുള്ള അർഹത നേടുമാറാകട്ടെ. കർത്താവേ, അങ്ങേ പുത്രൻ വഴി പരിശുദ്ധാത്മാവിൻ്റെ ശക്തി ഈ നേതൃത്വയുടെ നേർവയിലേക്ക് ഇറങ്ങുമാറാകട്ടെ. അങ്ങനെ ക്രിസ്തു ഒന്നിച്ച് ജ്ഞാനസ്നാനത്തിലൂടെ മരിച്ച് അടക്കം ചെയ്യപ്പെട്ടവരെല്ലാം അവിടുത്തോടൊന്നിച്ച് ജീവനിലേക്ക് ഉദ്ധാനം ചെയ്യുമാറാകട്ടെ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളണമേ. ആമേൻ. വത്സല സഹോദരരെ, നാം ഒരിക്കൽ സ്വീകരിച്ച ജ്ഞാനസ്നാനം അനുസ്മരിപ്പിക്കുവാനായി നമ്മുടെ മേൽ തളിക്കാൻ പോകുന്ന അവിടുത്തെ സൃഷ്ടിയായ ജലത്തെ ആശീർവദിക്കുന്നതിന് നമ്മുടെ കർത്താവായ ദൈവത്തോട് നമുക്ക് താഴ്മയോടെ പ്രാർത്ഥിക്കാം. അവിടുന്ന് കാരുണ്യപൂർവ്വം നമ്മെ അഭികരിക്കുമാറാകട്ടെ. അങ്ങനെ നാം സ്വീകരിച്ച പരിശുദ്ധാത്മാവിനോട് വിശ്വസ്തരായി നാം നിലനിൽക്കട്ടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, പരിപാവനമായ രാത്രിയിൽ ജാഗരമനുഷ്ഠിക്കുന്ന അങ്ങേ ജനത്തോടു കൂടെ ആയിരിക്കണമേ. വിസ്മരണീയമായ സൃഷ്ടികർമ്മവും അതിലേറെ വിസ്മരണീയമായ അങ്ങേ ഞങ്ങളുടെ പരിത്രാണവും അനുസ്മരിക്കുന്ന ഞങ്ങൾക്ക് വേണ്ടിയുള്ള ജലം ആശീർവദിക്കാൻ തിരുവള്ളമാകണമേ. എന്നാൽ ഭൂമി ഫലഭൂഷ്ടമാക്കുവാനും ഞങ്ങളുടെ ശരീരത്തിന് സൗഖ്യവും ശുദ്ധിയും നൽകുവാനും അങ്ങ് ജലം സൃഷ്ടിച്ചുവല്ലോ. അങ്ങേ കാരുണ്യത്തിൻ്റെ ഉപകരണമായി അങ്ങ് ജലം സ്ഥാപിച്ചു. എന്തെന്നാൽ അങ്ങേ ജനത്തെ അടിമത്തത്തിൽ നിന്ന് മോചിതരാക്കുകയും മരുഭൂമിയിൽ അവരുടെ ദാഹം ശമിപ്പിക്കുകയും ചെയ്തു. അതുവഴി മാനവവംശവുമായി അങ്ങ് ചെയ്യാനിരുന്ന പുതിയ ഉടമ്പടി പ്രവാചകന്മാർ വിളംബരം ചെയ്തു. അവസാനം യോർദാനിൽ ക്രിസ്തു പൗത്രീകരിച്ച ഉടമ്പടി ഞങ്ങളുടെ മലിന പ്രകൃതി നവജന്മത്തിൻ്റെ സ്നാനത്തിൽ അങ്ങ് ശുദ്ധീകരിച്ചു. ആകയാൽ ഈ ജലം ഞങ്ങൾ സ്വീകരിച്ച ജ്ഞാനസ്നാനത്തിൻ്റെ സ്മാരകമായി ഭവിക്കുവാനും പെസഹായിൽ ജ്ഞാനസ്നാനം സ്വീകരിച്ച ഞങ്ങൾ സഹോദരരോടൊത്ത് സന്തോഷം പങ്കുവയ്ക്കുവാനും ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളണമേ. ആമേൻ. ജ്ഞാനസ്നാന വ്രത നവീകരണത്തിലേക്ക് നാം പ്രവേശിക്കുകയാണ്. ഇപ്പോൾ വൈദികർ പെസഹ തിരിയിൽ നിന്നും തീ കത്തിച്ച് ജനങ്ങൾക്ക് പകർന്നു നൽകുന്നു. വത്സല സഹോദരരെ, ക്രിസ്തുവിനോടൊന്നിച്ച് പുതുജീവിതത്തിൽ ചരിക്കുന്നതിന് പെസഹ രഹസ്യം വഴി ജ്ഞാനസ്നാനത്താൽ അവിടുത്തോടൊന്നിച്ച് നാം അടക്കപ്പെട്ടു. തപസാചരണം സമാപിച്ചതിനാൽ പവിത്രമായ ജ്ഞാനസ്നാനത്തിൻ്റെ വ്രതങ്ങൾ നമുക്ക് നവീകരിക്കാം. ജ്ഞാനസ്നാനം വഴിയാണല്ലോ ഒരിക്കൽ നാം പിശാചിനെയും അവൻ്റെ പ്രവർത്തനങ്ങളെയും പാടെ ഉപേക്ഷിച്ചതും കത്തോലിക്ക തിരുസഭയിൽ ദൈവത്തിന് ശുശ്രൂഷ ചെയ്യാൻ വാഗ്ദാനം ചെയ്തതും.
ആകയാൽ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് നിങ്ങൾ മറുപടി നൽകുക. നിങ്ങൾ പിശാചിനെ ഉപേക്ഷിക്കുന്നുവോ? ഞാൻ ഉപേക്ഷിക്കുന്നു. അവന്റെ സകല കർമ്മങ്ങളും ഉപേക്ഷിക്കുന്നുവോ? ഞാൻ ഉപേക്ഷിക്കുന്നു. അവന്റെ എല്ലാ ആർഭാടങ്ങളും ഉപേക്ഷിക്കുന്നുവോ? ഞാൻ ഉപേക്ഷിക്കുന്നു. ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവും സർവശക്തിയുള്ള പിതാവുമായ ദൈവത്തിൽ നിങ്ങൾ വിശ്വസിക്കുന്നുവോ? വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും പരിശുദ്ധ മറിയത്തിൽ നിന്ന് ജനിച്ച് പീഡകൾ അനുഭവിച്ച് മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റവനും പിതാവിൻ്റെ വലത് ഭാഗത്തിരിക്കുന്നവനുമായ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൽ നിങ്ങൾ വിശ്വസിക്കുന്നുവോ? ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിൻ്റെ ഉയർപ്പിലും നിത്യജീവിതത്തിലും നിങ്ങൾ വിശ്വസിക്കുന്നുവോ? ഞാൻ വിശ്വസിക്കുന്നു. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പിതാവും ജലത്താലും പരിശുദ്ധാത്മാവിനാലും നമുക്ക് പുതുജന്മം അരുളിയവനും നമുക്ക് പാപമോചനം നൽകിയവനും സർവശക്തനുമായ ദൈവം തൻ്റെ കൃപാവരത്താൽ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൽ നമ്മെ കാത്തു പരിപാലിച്ച് നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. ആമേൻ. ഇപ്പോൾ നമ്മുടെ മധ്യത്തിലൂടെ വൈദികർ കടന്നു വന്ന് നമ്മുടെ മേൽ തീർത്ഥം തെളിക്കുന്നു. ആ സമയത്ത് ദൈവത്തിൻ്റെ കൃപയെയും ജ്ഞാനസ്നാനത്തെയും അനുസ്മരിച്ചുകൊണ്ട് ഗാനം ആലപിക്കാം. കണ്ടു ഞാൻ മോദമാർന്നു, കണ്ടു ഞാൻ നീർപ്രവാഹം ദേവാലയത്തിൻ്റെ വലം ഭാഗത്തുനിന്നു ഉത്തരിക്കും ജലധാര. ദേവാലയത്തിൻ്റെ വാമഭാഗത്തു നിന്നുദ്ഗമിക്കും ജലധാര. ഈ ജലധാരയിൽ നിന്നായി നീരണിയുന്നവരെല്ലാം ഈ ജലധാരയിൽ നിന്നായി നീരണിയുന്നവരെല്ലാം നിർമ്മലഗാത്രര കന്മഷഹീനര ഹിമ്മഹി തന്നിൽ വിളങ്ങും. നിർമ്മലഗാത്രര കന്മഷഹീനര ഹിമ്മഹി തന്നിൽ വിളങ്ങും. വാഴ്ത്തുവിൻ രക്ഷകനാമം, പാടുവിൻ ഹല്ലേലൂയ. വാഴ്ത്തുവിൻ രക്ഷകനാമം, പാടുവിൻ ഹല്ലേലൂയ. കീർത്തനം പാടി രക്ഷകനീശന് വാഴ്ത്തുവിൻ ഹല്ലേലൂയ. കീർത്തനം പാടി രക്ഷകനീശന് വാഴ്ത്തുവിൻ ഹല്ലേലൂയ. കണ്ടു ഞാൻ മോദമാർന്നു, കണ്ടു ഞാൻ നീർപ്രവാഹം ദേവാലയത്തിൻ്റെ വാമഭാഗത്തു നിന്നുദ്ഗമിക്കും ജലധാര. ദേവാലയത്തിൻ്റെ വാമഭാഗത്തു നിന്നുദ്ഗമിക്കും ജലധാര.
നാലാം ഭാഗമായ സ്തോത്രയാഗ കർമ്മത്തിലേക്ക് നാം പ്രവേശിക്കുകയാണ്. പ്രകാശത്തിൻ്റെയും വചനത്തിൻ്റെയും കൂട്ടായ്മയുടെയും ജലത്തിൻ്റെയും പ്രതീകങ്ങളിലൂടെ ഉദ്ധാനം ആഘോഷിച്ച് നാം എല്ലാറ്റിൻ്റെയും പൂർത്തീകരണമായി സ്തോത്രയാഗ കർമ്മത്തിലൂടെ ഉദ്ധാനം അനുഭവിക്കുന്നു. ഉദ്ധിതനായ യേശുവിനെയാണ് സ്തോത്രയാഗ കർമ്മത്തിൽ നാം കണ്ടുമുട്ടുന്നതും ശ്രവിക്കുന്നതും അനുഭവിക്കുന്നതും. നമ്മുടെ ജീവിതത്തെ അതിൻ്റെ എല്ലാ പാപങ്ങളോടും കുറവുകളോടും പ്രശ്നങ്ങളോടും വേദനകളോടും കൂടെ വിശ്വാസികളുടെ പ്രാർത്ഥനയിലൂടെയും കാഴ്ചവെപ്പ് കർമ്മത്തിലൂടെയും ദൈവകരങ്ങളിൽ സമർപ്പിക്കുമ്പോൾ ഉദ്ധിതനായവൻ അത് സ്വീകരിച്ച് തൻ്റെ ഉത്ഥാനമേകുന്ന പരിശുദ്ധാത്മാവിനാൽ നിറച്ച് തൻ്റെ ഉയർപ്പേകുന്ന വചനം അരുൾ ചെയ്ത് ഉത്ഥാനം വെളിവാക്കുന്ന പ്രവൃത്തി ചെയ്ത് തൻ്റെ ശരീരവും രക്തവുമാക്കി തന്ന് എല്ലാത്തിലും എവിടെയും ഉദ്ധിതനായി ജീവിക്കാൻ കൃപയും ശക്തിയും തരുന്നു ദിവ്യകാരുണ്യത്തിലൂടെ. പിതാവേ, നോമ്പുകാലത്തിന് അവസാനം കുറിച്ചുകൊണ്ട് ഞങ്ങളിതാ ഉത്ഥാന തിരുനാളിലേക്ക് എത്തിയിരിക്കുന്നു. ഈ സമയം സ്വർഗത്തിലേക്ക് ഞങ്ങളുടെ എല്ലാ പ്രാർത്ഥനകളും ഞങ്ങൾ ഉയർത്തുന്നു. തിരുസഭയെ അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. സഭ അവിടുത്തെ സ്നേഹത്തിൻ്റെ സജീവ സാക്ഷ്യമായിട്ട് ഈ ഭൂമിയിൽ മാറുവാൻ സഭയെ നയിക്കുന്ന എല്ലാ സഭാധികാരികളെയും അനുഗ്രഹിക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. കർത്താവെ, ഞങ്ങളെല്ലാം തിരുസഭയുടെ ഭാഗമാണ്. ഞങ്ങളെല്ലാവരെയും അങ്ങയുടെ സ്നേഹത്തിൽ കാത്തുകൊള്ളണമേ. വിശുദ്ധിയിൽ ഞങ്ങളെ കാത്തുകൊള്ളണമേ. പരിശുദ്ധാത്മാവിനാൽ രൂപാന്തരപ്പെട്ട് യഥാർത്ഥ ക്രിസ്തീയ ജീവിതം നയിക്കുവാൻ ഞങ്ങൾക്ക് വരമരുളണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. കർത്താവേ, ഇന്ന് ലോകത്തിന് ആവശ്യമായിട്ടുള്ള സമാധാനം, സന്തോഷം അത് ഈ ഉത്ഥാന തിരുനാളിലൂടെ എല്ലാവർക്കും ലഭിക്കുവാൻ, നിരാശയിൽ കഴിയുന്നവരുടെ നിരാശ മാറി പ്രത്യാശയുള്ളവരാകുവാൻ അനുഗ്രഹിക്കണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. കർത്താവേ, ഞങ്ങളുടെ കുടുംബങ്ങളെ അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. കുടുംബാംഗങ്ങൾ ഓരോരുത്തരെയും അങ്ങേക്ക് സമർപ്പിക്കുന്നു. വിശ്വാസമുള്ളവരും പ്രാർത്ഥനയുള്ളവരുമുണ്ട്, അതൊന്നും ഇല്ലാത്തവരുമുണ്ട്. അവരെല്ലാം മാനസാന്തരത്തിൻ്റെ കൃപ നൽകി അനുഗ്രഹിക്കണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. കർത്താവെ, ഞങ്ങളിൽ പലരും രോഗാവസ്ഥയിൽ കഴിയുന്നവരാണ്. ഞങ്ങൾ പലരും ദുശ്ശീലങ്ങളുടെ അശുദ്ധിയുടെയൊക്കെ അടിമത്തത്തിൽ കഴിയുന്നവരാണ്. ഞങ്ങൾക്കെല്ലാം ആവശ്യമായ വിശുദ്ധീകരണവും സൗഖ്യവും നൽകി അനുഗ്രഹിക്കുവാൻ തിരുവുള്ളമാകണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. കർത്താവെ, കാരിസ്വാനെ പ്രത്യേകം സമർപ്പിക്കുന്നു. വരുന്ന നാളുകളിൽ കാരിസ്വാനിലും പുറത്തുമായി നടക്കേണ്ട എല്ലാ ശുശ്രൂഷകളെയും അവിടെ ഏറ്റെടുത്ത് അനുഗ്രഹിക്കണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. കർത്താവെ, ഈ ഭവനത്തെ പ്രാർത്ഥന കൊണ്ടും ശുശ്രൂഷകൾ കൊണ്ടും സാമ്പത്തികമായിട്ടൊക്കെ സഹായിക്കുന്ന നിരവധി ആളുകളുണ്ട്. കാരിസ്വാന്റെ എല്ലാ ബെനഫാക്ടേഴ്സിനെയും എല്ലാ അഭ്യുദയകാംക്ഷികളെയും അവരുടെ എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങളെയും അവിടെ ഏറ്റെടുത്ത് അനുഗ്രഹിക്കണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. നമ്മുടെ വ്യക്തിപരമായ ആവശ്യങ്ങളെ ഇപ്പോൾ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കാം. നമ്മൾ പ്രാർത്ഥിക്കാൻ കടപ്പെട്ടിരിക്കുന്നവരെ ഓർക്കാം. നമ്മുടെ പ്രാർത്ഥനകൾ ചോദിച്ചിട്ടുള്ളവരെ പ്രത്യേകം സമർപ്പിക്കാം. ഒരു ചാക്കോച്ചൻ്റെ സർജറി വിജയത്തിനായിട്ട് പ്രാർത്ഥിക്കാം. ഫിലോമയുടെ പൂർണ്ണ സൗഖ്യത്തിനായിട്ട് ദൈവത്തോട് പ്രാർത്ഥിക്കാം. നമ്മുടെ ഈ ഭവനത്തിൽ നിന്നുള്ള പ്രാർത്ഥനകൾ ചോദിച്ചിട്ടുള്ള നിരവധി വ്യക്തികളും കുടുംബങ്ങളുമുണ്ട്. അവരെല്ലാവരും അനുഗ്രഹിക്കപ്പെടുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ ഈ പ്രാർത്ഥനാ നിയോഗങ്ങളെല്ലാം ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചുകൊണ്ട് നമുക്കൊന്ന് എഴുന്നേറ്റ് നിൽക്കാം. സമാപന പ്രാർത്ഥന, ഈ കാറോസിസായുടെ സമാപന പ്രാർത്ഥന നമുക്ക് സ്വീകരിക്കാം. കർത്താവായ ഈശോയെ, ഞങ്ങൾ സമർപ്പിച്ചിരിക്കുന്ന ഈ പ്രാർത്ഥനകൾ അങ്ങനെ സ്വീകരിക്കണമേ. ഹൃദയങ്ങൾ മനസ്സിലാക്കണം കർത്താവേ. ഞങ്ങൾ സമർപ്പിച്ചിരിക്കുന്ന ഞങ്ങളുടെ പ്രാർത്ഥനകൾ, നിയോഗങ്ങൾ സ്വീകരിച്ച് ഞങ്ങളെ ആവശ്യങ്ങൾ ഞങ്ങൾ സഹായിക്കണമേ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളണമേ. ആമേൻ. ശാന്തമായിട്ടിരുന്നു കൊണ്ട് കാഴ്ചവെപ്പിലേക്ക് പ്രവേശിക്കാം.
സഹോദരരെ, എന്റെയും നിങ്ങളുടെയും ബലി സർവശക്തനും പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമാകുവാൻ വേണ്ടി പ്രാർത്ഥിക്കുവിൻ. കർത്താവ് തന്റെ നാമത്തെ സ്തുതിക്കും മഹിമയ്ക്കും നമ്മുടെയും അവിടുത്തെ തിരുസഭയുടെയും നന്മയ്ക്കുമായി അങ്ങേ കരകളിൽ നിന്ന് ഈ ബലി സ്വീകരിക്കുമാറാകട്ടെ. കർത്താവേ, ബലിവസ്തുക്കളോടൊപ്പം അങ്ങേ ജനത്തിന്റെ പ്രാർത്ഥനകൾ സ്വീകരിക്കണമേ. അങ്ങനെ പെസഹ രഹസ്യം വഴി അങ്ങ് സമാരംഭിച്ചത് അങ്ങേ ശക്തിയാൽ ഞങ്ങൾക്ക് നിത്യ ഔഷധമാകുമാറാകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. ആമേൻ. കർത്താവ് നിങ്ങളോടു കൂടെ, അങ്ങേ ആത്മാവോടും കൂടെ. ഹൃദയങ്ങൾ ഉയർത്തുവിൻ. കർത്താവിലേക്ക് ഞങ്ങൾ ഉയർത്തിയിരിക്കുന്നു. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. അത് ഉചിതവും ന്യായവുമത്രേ. കർത്താവേ, എല്ലാ കാലത്തും വിശിഷ്യ ഞങ്ങളുടെ പെസഹ കുഞ്ഞാടായ ക്രിസ്തു ബലിയർപ്പിക്കപ്പെട്ട ഈ കാലയളവിൽ അങ്ങേ മഹാമഹിമയോടെ പ്രകീർത്തിക്കുന്നത് യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണല്ലോ. അവിടുന്ന് വഴി വെളിച്ചത്തിന്റെ മക്കൾ നിത്യജീവിതത്തിലേക്ക് ഉയരുകയും വിശ്വാസികൾക്കായി സ്വർഗരാജ്യത്തിന്റെ കവാടങ്ങൾ തുറക്കപ്പെടുകയും ചെയ്യുന്നു. എന്തെന്നാൽ അവിടുത്തെ മരണത്താൽ ഞങ്ങളുടെ മരണമില്ലാതാവുകയും അവിടുത്തെ ഉത്ഥാനത്താൽ സകലരുടെയും ജീവൻ ഉയർക്കുകയും ചെയ്തു. ആകയാൽ പെസഹ സന്തോഷത്താൽ നിറഞ്ഞ് ഭൂതലത്തിലെ സകല ജനങ്ങളും ആഹ്ലാദിക്കുന്നു. മാത്രമല്ല, ഉന്നത ശക്തികന്മാരും മാലാഖ വൃന്ദങ്ങളും അവിരാമം സ്തുതിച്ചുകൊണ്ട് അങ്ങേ മഹത്വത്തിന്റെ ഗീതം ഒന്നു ചേർന്നാലപിക്കുന്നു. പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. സൈന്യങ്ങൾ തൻ കർത്താവാം ദൈവം പരിശുദ്ധൻ. നിരുപമങ്ങേ മഹിമകളാൽ നിറഞ്ഞു മഹിയും വിണ്ടലവും. ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന. കർത്താവിൻ തിരുനാമത്തിൽ വരുവോനേറ്റം ധന്യനുമാ. ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന. കർത്താവെ, സർവവിശുദ്ധിയുടെയും ഉറവിടമായ അങ്ങ് സത്യമായും പരിശുദ്ധനാകുന്നു. ആകയാൽ അങ്ങേ ആത്മാവാൽ മഞ്ഞുകണം പോലെ ഈ കാണിക്കകൾ പവിത്രമാക്കണമേ. അങ്ങനെ ഞങ്ങൾക്കായി ഇവ ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ശരീരവും രക്തവുമായി തീരുമാറാകട്ടെ. അവിടുന്ന് ഒറ്റിക്കൊടുക്കപ്പെട്ട് സ്വമനസാലെ പീഡകൾ സഹിച്ചപ്പോൾ അപ്പമെടുത്ത് കൃതജ്ഞത പ്രകാശിപ്പിച്ച് മുറിച്ച് തന്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു, എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കാനിരിക്കുന്ന എൻ്റെ ശരീരം ആകുന്നു. അപ്രകാരം അത്താഴം കഴിഞ്ഞ് പാനപാത്രം എടുത്ത് വീണ്ടും അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ച് തന്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു,
എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്കു വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇത് നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. വിശ്വാസത്തിന്റെ രഹസ്യം. കർത്താവെ, അങ്ങ് വീണ്ടും വരുന്നതുവരെ അങ്ങേ മരണം ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു, അങ്ങേ ഉയർപ്പ് ഞങ്ങൾ ഏറ്റുപറയുന്നു. ആകയാൽ കർത്താവെ, അവിടുത്തെ മരണവും ഉയർപ്പും ഓർത്തുകൊണ്ട് അങ്ങേ തിരുമുമ്പിൽ നിൽക്കുന്നതിനും അങ്ങയെ പരിചരിക്കുന്നതിനും അർഹരാക്കി തീർത്തതിന് ഞങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ട് ജീവന്റെ അപ്പവും രക്ഷയുടെ പാനപാത്രവും ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നു. ക്രിസ്തുവിന്റെ ശരീരത്തിലും രക്തത്തിലും പങ്കുചേർന്ന് ഞങ്ങളെ പരിശുദ്ധാത്മാവിൽ ഒന്നായി ചേർക്കണമെന്ന് താഴ്മയോടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവെ, ലോകമെങ്ങും വ്യാപിച്ചു കിടക്കുന്ന അങ്ങ് സഭയെ ഓർക്കണമേ. ഞങ്ങളുടെ ഫ്രാൻസിസ് പാപ്പയോടും ഞങ്ങളുടെ രൂപതാധ്യക്ഷന്മാരായ സെബാസ്റ്റ്യൻ മെത്രാനോടും ജസ്റ്റിൻ മെത്രാനോടും വൈദികഗണത്തോടും സമർപ്പിതരോടും അൽമായ സഹോദരങ്ങളോടുമൊത്ത് സഭയെ അങ്ങ് സ്നേഹത്തിൻ്റെ പൂർണ്ണതയിൽ എത്തിക്കണമേ. ഉയർപ്പിന്റെ പ്രത്യാശയോടെ നിന്നുകൊള്ളുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെയും അങ്ങേ കാരുണ്യത്തിൽ വണ്ണമടഞ്ഞ സകലരെയും അങ്ങ് ഓർക്കുകയും അങ്ങേ മുഖത്തിന്റെ പ്രകാശത്തിലേക്ക് അവരെ സ്വീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങളെല്ലാവരും കരയണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ദൈവമാതാവായ പരിശുദ്ധ കന്യകാമറിയത്തോടും ആ കന്യകയുടെ ഭർത്താവായ ഭാഗ്യപ്പെട്ട യൗസേപ്പിനോടും അനുഗ്രഹരായ അപ്പോസ്തലന്മാരോടും കാലാകാലങ്ങളിൽ അങ്ങേ പ്രസാദിപ്പിച്ച സകല വിശുദ്ധരോടുമൊത്ത് നിത്യജീവനെ പങ്കുചേരാൻ ഞങ്ങളെ അർഹരാക്കുകയും അങ്ങേ പുത്രനായ യേശുക്രിസ്തു വഴി ഞങ്ങളങ്ങേ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. ക്രിസ്തുവിലൂടെ, ക്രിസ്തുവിനോടുകൂടെ, ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങേക്ക് പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നും എന്നേക്കും. ആമേൻ. രക്ഷാകരമായ കൽപ്പനകളാൽ ഉദ്ബോധിതരായും ദിവ്യോപദേശത്താൽ രൂപവൽകൃതരായും നിർഭയം നമുക്ക് ഏറ്റുപാടാം. നൽകണമേ. അനുഗ്രഹപൂർണമായ പ്രത്യാശയും ഞങ്ങളെ രക്ഷകനായ യേശു ക്രിസ്തുവിന്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്താൽ ശക്തി പ്രാപിച്ച് ഞങ്ങൾ എപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാവുകയും എല്ലാ വിപത്തുകളിൽ നിന്ന് സുരക്ഷിതരാവുകയും ചെയ്യുമാറാകട്ടെ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നു എന്ന് അങ്ങേ അപ്പോസ്തലന്മാരുടെ അരുൾ ചെയ്ത കർത്താവായ യേശു ക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളല്ല പിന്നെയോ അങ്ങേ സഭയുടെ വിശ്വാസം തൃക്കൺ പാർത്ത് അങ്ങേ തിരുവുള്ളം അനുസരിച്ച് സഭയ്ക്ക് സമാധാനവും ഐക്യവും നൽകാൻ കനിയണമേ. എന്നെന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഈ പ്രാർത്ഥന കേട്ടരുളണമേ.
ആമേൻ. കർത്താവിന്റെ സമാധാനം നിങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. അങ്ങേ ആത്മാവോടും കൂടെ. നിങ്ങൾ പരസ്പരം സമാധാനം ആശംസിക്കുവേൻ. ലോകത്തിൻ പാപങ്ങൾ നീക്കിടും ദൈവത്തിൻ കുഞ്ഞാടേ, ഞങ്ങളിൽ നീ കനിയണമേ. ലോകത്തിൻ പാപങ്ങൾ നീക്കിടും ദൈവത്തിൻ കുഞ്ഞാടേ, ഞങ്ങളിൽ നീ കനിയണമേ. ലോകത്തിൻ പാപങ്ങൾ നീക്കിടും ദൈവത്തിൻ കുഞ്ഞാടേ, ഞങ്ങൾക്കു ശാന്തി നൽകണമേ. ഇതാ ദൈവത്തിന്റെ കുഞ്ഞാട്, ഇതാ ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്നവൻ. കുഞ്ഞാടിന്റെ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവർ അനുഗ്രഹീതർ. കർത്താവേ, അങ്ങയുടെ ഭവനത്തിൽ പ്രവേശിക്കുവാൻ ഞാൻ യോഗ്യയല്ല. അങ്ങൊരു വാക്കുച്ചരിച്ചാൽ മാത്രം മതി, എന്റെ ആത്മാവ് സുഖം പ്രാപിക്കും. യേശുക്രിസ്തുവിന്റെ ശരീരവും രക്തവും നമ്മെ നിത്യജീവിതത്തിനായി സംരക്ഷിക്കട്ടെ. ആമേൻ. ആമേൻ. ഓ എൻ്റെ ഈശോയെ, അങ്ങ് വിശുദ്ധ കുർബാനയിൽ സത്യമായും എഴുന്നള്ളിയിരിക്കുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാ വസ്തുക്കളെയും കാൾ ഞാൻ അങ്ങയെ സ്നേഹിക്കുകയും എൻ്റെ ആത്മാവിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ദിവ്യ കൂദാശയിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഇപ്പോൾ എനിക്ക് സാധ്യമല്ലാത്തതിനാൽ അരൂപിയിൽ എൻ്റെ ഹൃദയത്തിലേക്ക് അങ്ങ് എഴുന്നള്ളി വരണമേ. അങ്ങ് എന്നിൽ സന്നിഹിതനാണെന്ന് വിശ്വസിച്ച് ഞാൻ അങ്ങയെ ആശ്ലേഷിക്കുകയും എന്നെ അങ്ങയോട് പൂർണ്ണമായി ഐക്യപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ഒരിക്കലും അങ്ങയിൽ നിന്നും അകലുവാൻ എന്നെ അനുവദിക്കരുതേ. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, അങ്ങേ സ്നേഹത്തിന്റെ ചൈതന്യം ഞങ്ങളിൽ ചൊരിയണമേ. അങ്ങനെ പെസഹ രഹസ്യങ്ങളാൽ പരിപോഷിതരായവരെ അങ്ങേ കാരുണ്യത്താലേക മനസ്സരാക്കണമേ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. തലകുനിച്ച് നമുക്ക് കർത്താവിന്റെ ആശീർവാദം സ്വീകരിക്കാം. കർത്താവ് നിങ്ങളോടു കൂടെ, അങ്ങേ ആത്മാവോടും കൂടെ. സർവശക്തനായ ദൈവം ഈ പെസഹ മഹോത്സവ ദിനത്തിൽ അവിടുത്തെ കാരുണ്യത്താൽ നിങ്ങളെ അനുഗ്രഹിക്കുകയും പാപത്തിന്റെ എല്ലാവിധ ഉപദ്രവങ്ങളിൽ നിന്ന് കാത്തുരക്ഷിക്കുകയും ചെയ്യുമാറാകട്ടെ. ആമേൻ. തന്റെ ഏകസുതന്റെ ഉദ്ധാനത്താൽ നിത്യജീവിതത്തിലേക്ക് നിങ്ങളെ പുനരുദ്ധരിക്കുന്ന ദൈവം അമർത്യതയുടെ സമ്മാനങ്ങളാൽ നിറയ്ക്കുമാറാകട്ടെ. ആമേൻ. കർത്താവിന്റെ പീഡാസഹന ദിനങ്ങൾ കഴിഞ്ഞ് പെസഹ മഹോത്സവത്തിന്റെ സന്തോഷം ആഘോഷിക്കുന്ന നിങ്ങൾ അവിടുത്തെ സഹായത്താൽ നിത്യാനന്ദത്തിൽ ആഘോഷിക്കപ്പെടുന്ന മഹോത്സവങ്ങളിലേക്ക് ആഹ്ലാദഭരിതരായി എത്തിച്ചേരുമാറാകട്ടെ. ആമേൻ. സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. പോകുവിൻ, ദിവ്യ പൂജ സമാപിച്ചു. ദൈവത്തിനു